بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجله يا نعمة الله إني مفلس أعاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സമാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിൽ അഭിവന്യരായ ഷെയ്ഖുന ചെറിയ പി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു ഉസ്താദ് അവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് നടന്നു വരുന്ന ആത്മീയ സദസ്സിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിനങ്ങളിലായി
ധാരാളം പണ്ഡിതന്മാരും മഹത്തുക്കളും സംബന്ധിച്ച് ഒരുപാട് ആത്മീയ ഉപദേശങ്ങളും പ്രാർത്ഥനയും ദിക്റും ദുആഉം മറ്റു സുഹൃതങ്ങളും ഇവിടെ നിർവഹിക്കപ്പെടുകയുണ്ടായി. ഇങ്ങനെ ഒരു സദസ്സ് നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടൽ അനിവാര്യമാണ്. കാരണം അന്യരായ ശൈഖുന ഉസ്താദ് അവറുകൾക്ക് അത്രയും വലിയ ബന്ധവും സ്വീകാര്യതയും നോട്ടവും നമ്മുടെ ഈ മഹത്തായ അൽ ഖമറിനോടുണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും വാർഷിക പ്രഭാഷണങ്ങൾ നിർവഹിക്കപ്പെട്ടതിനു ശേഷം ഉസ്താദ് അവറുകളെ കാണാൻ വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന നമ്മുടെ ദശദിന പ്രഭാഷണങ്ങളിൽ സ്ഥാപനത്തിന് എന്തെല്ലാം വരുമാനങ്ങൾ സംഭാവനകൾ ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ എണ്ണിപ്പറയുന്ന സമയത്ത് ആ തിരുമുഖത്ത് ദർശിച്ചിരുന്ന വല്ലാത്തൊരു ആത്മീയമായ ആനന്ദം അതൊരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു. വിശുദ്ധ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും കുട്ടിക്കാലം മുതൽക്ക് അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരു വലിയ മഹാനുഭാവന് ഈ രൂപത്തിലൊരു സ്ഥാപനം വളർന്നു വരുന്നത് കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ആത്മീയാനുഭൂതി ഈ വിജ്ഞാനത്തിൻ്റെ പ്രസരണമാണ്. എപ്പോഴും ഉസ്താദ് അവർകൾ പറയാറുണ്ട്, ബഹുന്യരായ അവിടുത്തെ പുത്രൻ അൻവർ സഖാഫി ഉസ്താദ് ഈ സ്ഥാപനം തുടങ്ങുന്ന കാലത്ത് എന്താകും എന്ന ഒരു ഭീതിയും ബേജാറുമായിരുന്നു എങ്കിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ബറക്കത്തും സഹായവും ആ സ്ഥാപനത്തിന് ഉണ്ട് എന്ന് പലപ്പോഴും ഉസ്താദ് പറയാറുണ്ടായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ സംരംഭങ്ങളും ഇതിന് കീഴിലായി വിവിധ സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഇനി മുന്നോട്ടുദ്ദേശിക്കുന്ന പുരോഗതികളും എല്ലാം അവൻ്റെ പൊരുത്തത്തിലായി ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സുഹൃതങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഉത്തരോത്തരം നമ്മുടെ സ്ഥാപനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയരത്തിലേക്ക് ഉയർത്തി അതിൻ്റെ ഫലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് അനുഭവിക്കത്തക്ക വിധം എല്ലാ തരത്തിലുമുള്ള ഉയർച്ച അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ സഹായങ്ങൾ വാഗ്ദാനങ്ങൾ നൽകിയ ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും എല്ലാവിധ സംഭാവനകളും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വലിയ മോചനത്തിനും മോക്ഷത്തിനും ആ ധർമ്മങ്ങൾ വലിയ നിമിത്തങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണ്. അള്ളാഹുവേയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിശ്വസിക്കൽ നിർബന്ധമായ എല്ലാ സംഗതികളെയും വിശ്വസിക്കാനുള്ള ആ ഒരു കഴിവ്, തൗഫീഖ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് നിലനിർത്തിപ്പോരുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ്. അവൻ്റെ വിശ്വാസത്തിന് പോറലേൽക്കാത്ത വിധം ആ വിശ്വാസത്തെ ഓരോ ദിവസവും പുരോഗതിപ്പെടുത്തുന്ന നല്ല സുഹൃതങ്ങളുമായി സംബന്ധിക്കുകയും ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ കേടുപാടുകൾ വരുമ്പോൾ ചികിത്സിച്ച് മാറ്റേണ്ടത് അങ്ങനെ മാറ്റുകയും ഏതെങ്കിലും ഭാഗത്ത് വിശ്വാസത്തിന് തകരാറ് ബാധിക്കുന്ന സ്വഭാവം രൂപപ്പെട്ടു വരുന്നത് തടയിടുകയും നമ്മുടെ വിശ്വാസത്തിൻ്റെ കീഴിൽ തന്നെ നാം ഉൾക്കൊള്ളുന്ന ഈമാനിൽ തന്നെ നമ്മുടെ കുടുംബത്തെയും നാമുമായി ബന്ധപ്പെട്ട സർവരെയും അടിയുറപ്പിച്ച് നിർത്തുന്നതിനു കൂടി നല്ല പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈമാൻ, അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷാവസ്ഥ നാം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നത് ഇഹലോകത്തല്ല, പാരത്രിക ലോകത്താണ്. പാരത്രിക ലോകത്ത് ഈമാനിൻ്റെ ഏറ്റവും വലിയ നിലവാരം, ഏറ്റവും വലിയ സന്തോഷം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള അതിമഹത്തായ പരിഗണന, ആ ഒരു പരിഗണന വിശ്വാസിക്ക് ലഭിക്കുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ നിന്ന്, അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും അവൻ അനുഭവപ്പെടുന്ന സന്തോഷം അത് വർണ്ണിക്കാനും വിവരിച്ചു തീർക്കാനും കഴിയില്ല. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. നാം നമ്മുടെ മുർസലുകളെ സഹായിക്കും, അവർക്ക് പ്രത്യേക സഹായം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. വല്ലദീന ആമനു, ഈമാനുള്ളവരെയും നമ്മൾ സഹായിക്കും, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മുഅ്മിനുകളെയും നമ്മൾ സഹായിക്കും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിലും. വയൗമ യഖൂമുൽ അഷ്ഹാദ്, എല്ലാ ഓരോരുത്തർക്കും സാക്ഷികൾ നിൽക്കുന്നൊരു ദിനമുണ്ട്, പരലോകം, പാരത്രിക ദിനം. സാക്ഷികൾ ഓരോരുത്തർക്കും മുന്നിൽ വന്ന് സാക്ഷി പറയുന്ന ആ ദിനത്തിൽ വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രത്യേക സഹായമുണ്ട്. ഇവിടെ ഒരു പക്ഷേ ഈമാനുള്ള ആളുകളെ പരിഹസിക്കപ്പെട്ടേക്കും, അടിച്ചമർത്തപ്പെട്ടേക്കും, ഒരുപാട് പരീക്ഷണങ്ങൾക്കും പീഡനങ്ങൾക്കും മർദ്ദനകൾക്കും ഇരയാക്കപ്പെട്ടേക്കും. പക്ഷേ പാരത്രിക ലോകത്ത് അവരുടെ സ്ഥാനം വലുതാണ്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ വയസ്ഖറൂന മിനല്ലദീന ആമനൂ. ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, സത്യനിഷേധികൾക്ക് ഭൗതിക ലോകം വലിയ ആർഭാടത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും ലോകമാണ്. അവർക്കിവിടെ സർവ്വതും സംഭരിക്കാനും ഉണ്ടാക്കാനും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെയുണ്ട്. അള്ളാഹു നൽകുന്നത് തന്നെയാണ്, വേറെ ആരും കൊടുക്കുന്നതല്ല. വയസ്ഖറൂന മിനല്ലദീന ആമനു, അവർ വിശ്വാസികളെ പരിഹസിക്കും, കളിയാക്കും. ലോകത്തിന്ന് അതല്ലേ നടക്കുന്നത്? ഈമാനിൻ്റെ പേരിൽ മാത്രമുള്ളൊരു പരിഹാസം,
പക്ഷേ ആ ഈമാനിനെ തകർക്കാനോ തരിപ്പണമാക്കാനോ കഴിയാത്ത വരുമ്പോഴാണ് ഈ പരിഹാസം വരുന്നത്. എത്രയായിരുന്നാലും ഒരു മുഅ്മിനായി ജനിച്ചു എന്നതിലെ വലിയ സന്തോഷം ഇന്ന് ഏറ്റവും കൂടുതൽ മർദ്ദിതരായി കഴിയുന്ന ഗസയിലെയും പരിസരങ്ങളിലെയും ചെറിയ കുട്ടികൾ പോലും സന്തോഷിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളായി മുഅ്മിനുകളായി എന്നതിൻ്റെ പേരിലാണ്. അവരെ കളിയാക്കുന്നു യഹൂദികൾ, അവരെ പരിഹസിക്കുന്നു, അവരുടെ പ്രാർത്ഥനയെ കൊച്ചാക്കി കാണിക്കുന്നു. മസ്ജിദുൽ അഖ്സയിൽ അവർ വന്ന് കരയുന്നത് പരിഹാസ്യത്തിൻ്റെ ഭാഗമായി കാണുന്നു. എല്ലാ വിഷയങ്ങളും അങ്ങനെ കാണുന്നു. വയസ്ഖറൂന മിനല്ലദീന ആമനൂ, അതൊക്കെയുണ്ടെങ്കിലും വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, മുത്തഖീങ്ങൾ അവർക്ക് മുകളിലാണ് ഖിയാമത്ത് നാളിൽ. എല്ലാ സത്യനിഷേധികൾക്കും മുകളിലാണ് മുത്തഖീങ്ങളുടെ സ്ഥാനം. മുത്തഖീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം ലോകത്തൊരു സത്യനിഷേധിക്കും അല്ലാഹു നൽകുകയില്ല. മുത്തഖീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പരലോകത്ത് നൽകുന്ന ബഹുമാനം ലോകത്ത് വേറൊരു മനുഷ്യനും അല്ലാഹു നൽകുന്നില്ല. മുഅ്മിനാണോ അവന് മുന്തിയ പരിഗണന ആഖിറത്തിലുണ്ട്. പരലോകത്ത് മുഅ്മിനായെത്തുന്ന മനുഷ്യന് വലിയ സ്നേഹമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ വല്ലാത്ത ബഹുമാനത്തോടെയാണ് സ്വീകരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള വലിയൊരു കഴിവും വലിയൊരു സന്തോഷവും അന്ന് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതി അടക്കം പാരത്രിക ലോകത്ത് സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണ്. വഅമ്മല്ലദീന ബിയല്ലത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ്, ശരീരം മുഴുവനും പ്രകാശം സ്ഫുരിക്കുന്ന മുഅ്മിനീങ്ങൾ അവരല്ലാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിലാണ്. അതേ സമയത്ത് ദുനിയാവിൽ ഇഷ്ടം പോലെ സുഖിച്ച് വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച് ജീവിച്ച കാഫിറുകളും മുനാഫിഖുകളും അതുപോലെയുള്ള ആളുകളും അവരേറ്റവും വലിയ സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്, വിഷമത്തിലാണ്. വിശ്വാസിയെ കാണുമ്പോൾ തന്നെ, മുഖഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ദുനിയാവിൽ വെച്ച് നടത്തിയ പ്രവർത്തനങ്ങളുടെ അധ്വാനം അവൻ്റെ മുഖത്ത് വേറെ തന്നെ കാണാൻ കഴിയും. ഖുർആൻ അതുകൊണ്ടല്ലേ മുഖഭാവത്തെ എണ്ണി പറഞ്ഞത്, വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാളിയാ. അന്ന് ചില മുഖങ്ങൾ യൗമഇദിൻ നാഇമ, അന്ന് വളരെയധികം മൃദുലമായ രീതിയിൽ ഗൗരവത്തിൻ്റെ നിലപാടൊന്നും മുഖത്ത് കാണിക്കാതെ വളരെ സന്തോഷദായകമായ രൂപത്തിൽ സഞ്ചരിക്കുന്ന മുഖങ്ങളെ കാണും. പരലോകത്ത് എല്ലാ ഘട്ടങ്ങളിലും അവരെ മുഖഭാവം വളരെയധികം മിനുമിനുത്തമുള്ളതാണ്. ലിസഈഹാ റാളിയാ, പരലോകത്തെത്തുന്ന സമയത്ത് ദുനിയാവിലുള്ള കഠിനാധ്വാനത്തെപ്പറ്റി വല്ലാത്ത സംതൃപ്തിയിലാണ്. ദുനിയാവിൽ ഒരുപാട് ക്ഷീണങ്ങൾ അനുഭവിച്ചു, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തു, പരീക്ഷണങ്ങൾ അതിജീവിച്ചു, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാതെ കാത്തു സൂക്ഷിക്കാൻ കഠിനാധ്വാനം ചെയ്തു. ആ അധ്വാനത്തെപ്പറ്റി ലിസഈഹാ റാളിയ, ഈമാൻ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ തൃപ്തിയോടെ കാണുന്നൊരു നേരമാണെന്ന്. അതേ സമയത്ത് ഇവിടെ സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ച മുഖങ്ങൾ അന്ന് വല്ലാതെ ഭയപ്പാടോടെ നിൽക്കും. വുജൂഹു യൗമഇദിൻ ഖാശിഅ, വുജൂഹു യൗമഇദിൻ ഖാശിഅ. അല്ലാഹു തആല പറഞ്ഞു, അന്ന് ചില മുഖത്ത് പേടി മാത്രമാണ്, വല്ലാത്ത ഭയവിഹ്വലമാണ് അവരെ മുഖങ്ങൾ നോക്കുമ്പോൾ. തസ്ലാ നാറൻ ഹാമിയാ, ആ ശരീരങ്ങൾക്ക് പോയി കടക്കാനും പോയി ചേരാനുമുള്ളത് ഒരിക്കലും ചൂട് കുറയാത്ത, ഡിഗ്രി കുറയാത്ത നരകാഗ്നിയിലാണ് പോയി പ്രവേശിക്കാനുള്ളത്. ദുനിയാവിൽ എത്ര കണ്ട് തീ കത്തിച്ചാലും അതിന് ചൂട് കുറയും. കുറച്ച് കാലം കഴിയുമ്പോൾ, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ചൂടിൻ്റെ ഡിഗ്രി കുറയാത്തൊരു ലോകമുണ്ട്, അതാണ് നരകലോകം. അതാണ് അല്ലാഹു നാറൻ ഹാമിയ എന്ന് പറഞ്ഞത്.
നാറൻ എന്ന് പറഞ്ഞാൽ തന്നെ കഠിന ചൂടുള്ളത് എന്നാണ്. തൊട്ടടുത്ത് വീണ്ടും അല്ലാഹു പറഞ്ഞു ഹാമിയ, ചൂട് ഉള്ള വിഷയം ആദ്യം പറഞ്ഞിട്ട് പിന്നെയും ചൂട് എന്ന് പറഞ്ഞത്. ചൂടിൻ്റെ ഡിഗ്രി അശേഷം കുറയാതെ എല്ലാ സമയത്തും ഒരേ ചൂടിൽ നിൽക്കുന്ന നരകാഗ്നിയിലേക്ക് അവർ പ്രവേശിക്കും. ആ കരിവാളിച്ച ഭയപ്പാടോടെ നിൽക്കുന്ന ശരീരങ്ങൾ സത്യനിഷേധികളുടെ, ഈമാനില്ലാത്തവരുടെ ശരീരങ്ങളാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈമാൻ, ആ ഈമാൻ ബാസുരമാകുന്നതിന്, സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ മനസ്സിൻ്റെ നിലനിൽപ്പാണ്. മനസ്സിൻ്റെ സംതൃപ്തിയും മനസ്സിൻ്റെ ഭക്തിയുമാണ്. ഖൽബിന് എല്ലാ അവസ്ഥകളിലും നല്ല ഖുശൂ ഉണ്ടായിത്തീരണം. ഖൽബിൻ്റെ ഭക്തി കെടാതെ കാത്തു സൂക്ഷിക്കണം. ഖൽബിൻ്റെ ഭക്തിക്ക് ഖുശൂഇന് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചൊരു ചോദ്യത്തെപ്പറ്റി ഏറ്റവും വലിയ ഭയപ്പാടോടെ ചിന്തിച്ച് ജീവിതത്തിൻ്റെ ഗതിവിഗതികളൊക്കെ മാറ്റിയവരാണ് പൂർവികർ. നേരത്തെ ഞാൻ ഓതിവെച്ച ആയത്ത് അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആ ആയത്ത് ഓതിയിട്ടും കേട്ടിട്ടും ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറ്റിയവരാണ് മഹാരഥന്മാർ. ജീവിതത്തിലെ ഇതുവരെ കാര്യമായി കാണാത്ത കാര്യങ്ങൾ മുഖവിലക്കെടുക്കുകയും കളിയും തമാശയുമായി കഴിഞ്ഞിരുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തുകയും ചെയ്ത് കാര്യബോധത്തോടെ ജീവിക്കട്ടെ എന്ന് ചിന്തിച്ച് മടങ്ങി ഈ ഒരൊറ്റ ആയത്തിൻ്റെ അർത്ഥതലങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും മൂമിനീങ്ങളോട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കേൾക്കുന്ന ആയത്ത് ഓതുമ്പോൾ നമ്മളൊക്കെ പറയണം ബലാ എന്നൊരുത്തരം. അള്ളാഹു ചോദിക്കുന്നത് സമയമായിട്ടില്ലേ എന്നാണ്. നമ്മൾ മൗനികളായി നിൽക്കാൻ പാടില്ല. നമ്മൾ ആ ആയത്തിന് പ്രതികരിക്കേണ്ടത് ബലാന്നാണ്. സമയമായി. ഓരോരുത്തർക്കുമുള്ള സമയം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ഈ സമയമാകാൻ കൂടുതലൊന്നും കാത്തു നിൽക്കാനില്ല. അടയാളങ്ങളും അതിലേക്ക് സൂചനകളൊക്കെ അല്ലാഹു തആല ഒരുപാട് നൽകിക്കഴിഞ്ഞു. അലം യഅ്നി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് നേരമായിട്ടില്ലേ എന്ന് അല്ലാഹുവിൻ്റെ ചോദ്യം. സമയമായിട്ടില്ലേ, ഇനിയും കാലായിട്ടില്ലേ? നമ്മളൊക്കെ ചോദിക്കാറുണ്ടല്ലോ പലരോടും, ഇനിയും നേരമായിട്ടില്ലേ നിങ്ങൾക്ക്? ഇത്രയും കാലമായിട്ട് ഇനിയും നേരം വെളുത്തിട്ടില്ലേ? ഇനി എങ്ങോട്ടാണ് കാത്തു നിൽക്കുന്നത് എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാണ് അലം യഅ്നി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് നേരമായിട്ടില്ലേ? എന്തിനാണ് നേരമായിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ മനസ്സ് അല്ലാഹുവിനെ ഓർത്ത് ഭക്തിയുള്ളതാകാൻ, പടച്ച റബ്ബിനെ ഓർത്ത് അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് മനസ്സ് പാകപ്പെടുത്താൻ, അല്ലാഹു തആലാനെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണം. അതിന് നേരമായിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് വന്ന് കുറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ ഒരു ചോദ്യം അല്ലാഹു ചോദിച്ചു. നമ്മളോട് എന്ത് ചോദിക്കണം? അപ്പം നമ്മളോട് ഈ ചോദ്യം എന്ന് മുതൽ ബന്ധിക്കുന്നുണ്ട്. ഇസ്ലാമിലേക്ക് ഞങ്ങൾ വന്ന് 4 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അല്ലാഹുവിൻ്റെ ചോദ്യമാണ് അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ചോദിക്കുന്ന ചോദ്യം, സഹോദരങ്ങളെ, ഇനിയും നേരമായിട്ടില്ലേ? ഇനിയും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിരോധനകളും ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതം നന്നാക്കാൻ നേരമായിട്ടില്ലയോ? ഭക്തിയുടെ അടയാളം, ഭക്തിയുടെ അർത്ഥം, ഖൽബിന് അങ്ങനൊരു ഭക്തിയുണ്ട് എന്നതിൻ്റെ താല്പര്യം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക്, അള്ളാഹുവിൻ്റെ വിലക്കുകൾക്ക് പൂർണ്ണമായ വിധേയത്വം ഉണ്ടാവുക. അതുണ്ടായിട്ടില്ല.
അൽ ഇൻഖിയാദു താമ്മു ലി അവാമിരിഹി വ നവാഹിഹി തആല. റബ്ബിൻ്റെ കൽപ്പനകൾക്കും വിലക്കുകൾക്കും പൂർണ്ണമായ അനുസരണം. പൂർണ്ണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും മാറാൻ പാടില്ല, ഒക്കെ ഉണ്ട്. എല്ലാ കൽപ്പനകൾക്കും പൂർണ്ണമായ വിധേയത്വം. അപ്പോഴാണ് ആ ഖുശൂ ഉള്ളത്. ഖുശൂ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. പൂർണ്ണമായ വിധേയത്വം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു വിഷയം ലംഘിച്ചു പോയാൽ ഖുശൂ ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതെങ്കിലും ഒരു കൽപ്പന തെറ്റിച്ചു പോയാൽ, ഏതെങ്കിലും ഒരു വിലക്ക് പ്രശ്നമാക്കാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഖുശൂ വന്നിട്ടില്ല. ഖൽബിന് പൂർണ്ണമായും ഖുശൂ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അതാണ്. വൽവുഖൂഫു അലൽ അമലി ബിമാ ഫീഹി മിനൽ അഹ്കാം. എന്തെല്ലാം ഹുക്കുമുകളുണ്ടോ ആ ഹുക്കുമുകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിക്കണം. എന്തെല്ലാം വിധിവിലക്കുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്നുണ്ടോ ആ വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിക്കാനുള്ള സന്നദ്ധത വേണം. ഏതെങ്കിലും വിധിവിലക്കുകൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിൻ്റെ ഗതിയുടെ കഥ പറഞ്ഞ്, ചിലപ്പോൾ അങ്ങനെയാണല്ലോ, കാലത്തിലേക്ക് ചാരിയിട്ട് ചില തീരുമാനങ്ങളൊക്കെ മാറ്റും, ചിലപ്പോൾ കുടുംബത്തിലേക്ക് മാറിയിട്ട് ചില തീരുമാനങ്ങൾ മാറ്റും. അപ്പം നാട്ടിലെ നടപ്പ് അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളും അതിലേക്ക് നിന്ന് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് തീരുമാനം മാറ്റും. അതൊന്നും ശരിയാകൂല. അപ്പം അത്രത്തോളം ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞൊരു കഴിവുണ്ടെങ്കിൽ പറയാം ഖുശൂഉൽ ഖൽബ് ഉണ്ട്. മനസ്സിന് ഭക്തിയുണ്ട്, ഹൃദയത്തിന് ഭക്തിയുണ്ട്. കാട്ടിക്കൂട്ടലല്ല എന്നർത്ഥം. ഉമ്മമാരെ, സഹോദരന്മാരെ, കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്നൊരു ഭക്തി ഉണ്ട്. അതിന് ഖുശൂഉൻ നിഫാഖ് എന്നാ പറയാം. അത് ഞാൻ ശേഷം പറയാം. ഖുശൂഉൻ നിഫാഖ്, കപടഭക്തി, അത് വേണ്ട. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിലൊരു കാര്യമില്ല. അത് ജനങ്ങൾ ആരെങ്കിലുമൊക്കെ പറയാനോ എവിടെങ്കിലുമൊക്കെ എഴുതാനോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ പറച്ചിലും എഴുത്തും കഴിഞ്ഞാൽ കഴിഞ്ഞു. പാരത്രിക ലോകത്ത് ഫലം കാണുന്ന ഭക്തി അത് ഖുശൂഉൽ ഖൽബാണ്. ഖുശൂഉൽ ഖൽബ് ഉണ്ട് എന്നതിൻ്റെ അർത്ഥം മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ രൂപത്തിലുള്ള വിധേയപ്പെടുന്നൊരവസ്ഥ വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കഴിവിൻ്റെ പരമാവധി, പൂർണ്ണമായും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. പരമാവധി ഇയാൾ ശ്രദ്ധിച്ചിട്ടും അയാൾക്ക് കഴിയാതെ പോയതാണെങ്കിൽ അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തേക്കും. പക്ഷേ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടും നമ്മൾ വേണ്ടാന്ന് വെച്ചതാകുമ്പോൾ നമുക്കതിൻ്റെ പിന്നിൽ വല്ലാത്തൊരു അലസതയും വിമുഖതയും ഉണ്ടായി എന്ന് കണക്ക് കൂട്ടപ്പെടും. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കാൻ ഹൃദയങ്ങൾ, മനസ്സ് പാകപ്പെടുത്താൻ, ഭക്തിയുള്ളതാകാൻ വിശ്വാസികൾക്ക് നേരമായിട്ടില്ലയോ? ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ കഴിയുന്ന ഒരു കൂട്ടം സ്വഹാബിമാരുടെ അടുത്തേക്ക് വീട്ടിൽ നിന്ന് തങ്ങളിങ്ങനെ ഇറങ്ങി വന്നു. സ്വഹാബത്തിൽപ്പെട്ടൊരു കൂട്ടം ആളുകൾ പള്ളിയിലുണ്ട്. ആ പള്ളിയിലിരിക്കുന്ന സ്വഹാബിമാർ എന്തോ ഒരു വിഷയം പറഞ്ഞ് അവർ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. കളവൊന്നും പറയാത്തവരല്ലേ സ്വഹാബിമാർ. സന്തോഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ ചിരിക്കുന്നു. തമാശക്ക് വേണ്ടി പോലും കളവ് പറയാതെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന മഹത്തുക്കളാണ്. കളവ് പറഞ്ഞിട്ടവർ ചിരിക്കൂല. എന്തോ ഒരു നല്ല കാര്യം പറഞ്ഞവർ ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തട്ടവും തലയിലേക്ക് വലിച്ചിട്ട് മുഖത്തിൻ്റെ നിറം മാറിയിട്ട് തങ്ങൾ ചോദിക്കുന്നു, അതളഹകൂന വലം യഅതികും അമാനും മിർ റബ്ബിക്കും. നിങ്ങളിപ്പോഴും ചിരിച്ച് കളിച്ച് കഴിയുകയാണോ? അള്ളാഹുവിൽ നിന്നുള്ളൊരു സുരക്ഷിതത്വം, ഒരു അഭയം നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. എല്ലാം റബ്ബ് നിങ്ങൾക്ക് മാപ്പാക്കി തന്നു എന്ന നിലക്കൊരു അഭയം നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെയും നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങളെ ചിരിയെപ്പറ്റി അള്ളാഹു എനിക്ക് ആയത്തിറക്കിയിട്ടുണ്ട്. അപ്പോഴാണ് സ്വഹാബത്ത് ചോദിക്കുന്നത്, എന്താണ് നബിയെ ആയത്ത്? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
വിശ്വാസികൾ അവർ മതിമറന്ന് ഉല്ലസിക്കേണ്ടവരല്ല ഒരിക്കലും. വിശ്വാസി ജനങ്ങൾ ഈ ഭൗതിക ലോകത്ത് മതിമറന്ന് ഉല്ലസിക്കാൻ പാടില്ല, പരിധി വിട്ടു സുഖിക്കാൻ പാടില്ല. അള്ളാഹു അവർക്ക് അനുവദിച്ച പരിധിക്കപ്പുറമുള്ളൊരു സന്തോഷവും പാടില്ല. അത് വിശ്വാസിക്ക് ഈ ലോകത്ത് വർജ്യമാണ്. അവനത് സ്വീകരിക്കാൻ പാടില്ല. കാരണം അവന് ഈ ലോകം ഉല്ലാസത്തിൻ്റെ ലോകമല്ല, അധ്വാനത്തിൻ്റെ, പരിശ്രമത്തിൻ്റെ, കൃഷിയുടെ ലോകമാണ് ഈ ലോകം. അതിനു വേണ്ടിയാണ് അവൻ്റെ സദാസമയവും വിനിയോഗിക്കേണ്ടത്. സന്തോഷാവസ്ഥകൾ വരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്വാഭാവിക അർത്ഥത്തിലുള്ള ഒരു രസവും ഒരു ചിരിയും വരും. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ ചിരിച്ചതിനെ പറ്റിയാണോ ഇങ്ങനൊരായത്തിറങ്ങിയത്? എന്നാൽ ഫമാ കഫാറത്തു ദാലിക, ഇനി അതിന് പ്രായശ്ചിത്തം എന്താണ് കൊടുക്കേണ്ടത്? ഞങ്ങൾ ചിരി മാറ്റാൻ തീരുമാനിച്ചു. ആയത്തിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് എന്ത് പ്രായശ്ചിത്തമാണ് കൊടുക്കേണ്ടത്? തങ്ങൾ പറഞ്ഞു, തബുക്കൂന ഖദറമാ ലഹിക്തും, നിങ്ങൾ ചിരിച്ചതിൻ്റെ കണക്കനുസരിച്ച് ഒന്ന് കരഞ്ഞേക്കണം. കരച്ചിലല്ലേ നമുക്ക് കുറവ്, ചിരിയല്ലേ നമുക്ക് ധാരാളം. ഉണ്ടാകേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നല്ല അവസ്ഥയാണെങ്കിൽ ഉണ്ടാകേണ്ടത് കൂടുതലും ചിരിയാണോ കരച്ചിലാണോ? ഉണ്ടാകേണ്ടത് കൂടുതലും ബുക്കാ ആണ്, കരച്ചിലാണ്. കരച്ചിൽ കൊണ്ട് മനസ്സ് നന്നാകുന്നത് പോലെ, ഭക്തി ഉണ്ടാകുന്നത് പോലെ ചിരി കൊണ്ട് ഉണ്ടാവുകയില്ല. നല്ല ഭക്തിയാണ് സഹോദരങ്ങളെ വേണ്ടത്. ഈ ഉമ്മത്തിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് പൊതുവെ ഉയർത്തപ്പെടുന്നൊരു വിഷയമാണ് ഖുശൂഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലു മാ യുർഫഉ മിനൻ നാസി അൽ ഖുശൂഅ്. ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുന്നൊരു വിഷയമാണ് ഭക്തി. തൗറാത്ത് കേട്ടിട്ട്, ഇഞ്ചീൽ കേട്ടിട്ട് പൂർവികരായ ആളുകൾ പറഞ്ഞതുപോലെ ഭക്തിയില്ലാത്തവർ പറയും. എന്താണ് പൂർവികർ പറഞ്ഞത്? ഇനിയും ഒരുപാട് നേരമുണ്ട് നന്നാകാൻ, സമയമായിട്ടില്ല. അതുകൊണ്ടാണ് തൊട്ടു താഴെ അല്ലാഹു പറയുന്നത്, വലാ യകൂനു കല്ലദീന ഉത്തുൽ കിതാബ മിൻ ഖബ്ലു ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. വിശ്വാസികൾ ഒരിക്കലും നേരത്തെ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ജൂത ക്രൈസ്തവരെ പോലെയാകരുത്. അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടു. വേദഗ്രന്ഥങ്ങളിലെ സന്ദേശങ്ങൾ അവർ കേട്ടപ്പോൾ അതൊക്കെ ചെയ്യാൻ ഇനിയും ടൈം ധാരാളമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രസിച്ച് നടന്നപ്പോൾ ഒന്നും ചെയ്യാൻ അവർ ഒരുങ്ങിയില്ല. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഖസ്വത്തുൽ ഖൽബ്, മരവിപ്പ് ബാധിച്ചുപോയി. ഹൃദയങ്ങൾക്ക് മരവിപ്പ് ബാധിച്ചാൽ പിന്നെ വിഷയങ്ങൾ ഏൽക്കുന്നത് വലിയ പ്രയാസമാണ്. ഹൃദയങ്ങൾക്ക് മരവിപ്പ് ബാധിച്ചാൽ സഹോദരങ്ങളെ ആ വിഷയങ്ങൾ ഏറ്റുകിട്ടുന്നത് വലിയ പ്രയാസമാണ്. അപ്പം അല്ലാഹു തആല സമയമായിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് നമ്മളെല്ലാവരുടെയും മറുപടി ബലാ യാ റബ്ബ്, ബലാ യാ റബ്ബ്. അതേ റബ്ബേ, സമയമായി. നന്നാകാനും ചിന്തിക്കാനും ഏറെ സമയമായി. കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടക്കാനേറെ സമയമായി. ഖൽബിന് നല്ല അവസ്ഥകൾ വന്നു കിട്ടണം. പല മഹാന്മാരും പറഞ്ഞതുപോലെ ഖൽബിന് മരവിപ്പിൻ്റെ അവസ്ഥയുണ്ടാകരുത്, നല്ല അവസ്ഥയുണ്ടാകണം. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തഈദു മിൻ ഖുശൂഇൻ നിഫാഖ്. കപടഭക്തി വരരുത്, അതിൽ നിന്ന് നിങ്ങൾ കാവല് ചോദിക്കണം. ഹൃദയത്തിനുള്ള ഭക്തിയാണ് വേണ്ടത്, ഖുശൂഉൻ നിഫാഖ് ഉണ്ടാകരുത്. ചോദിക്കപ്പെട്ടു മഹാനവറുകളോട്, വമാ ഖുശൂഉൻ നിഫാഖ്, കപടഭക്തി എന്താണ്? മഹാനവറുകൾ പറഞ്ഞു, അൻതറൽ ജസദ ഖാശിഅൻ വൽ ഖൽബു ലൈസ ബിഖാശിഉ. ബോഡി കണ്ടാൽ നല്ല ഭക്തിയുള്ള ബോഡിയാണ്, പക്ഷേ ഖൽബിന് ഒരു ഭക്തിയില്ല. അയാളെ മനസ്സിന് തീരെ ഭക്തിയില്ല. അയാളെ പുറമെ കണ്ടാൽ ഭയങ്കര ഭക്തിയാണ്. റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അയാള്
തല വല്ലാതെ കുനിച്ച് സുജൂദിലേക്ക് ഇങ്ങനെ നിന്ന് നോക്കേണ്ടതിന് പകരം വല്ലാതെ കുനിച്ച് ഇങ്ങനെ അയാളെ നൃത്തം കണ്ടാൽ തന്നെ ഒരു ഭക്തിയുടെ നൃത്താണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഈ വളക്കുന്നതിലും കുനിയുന്നതിലൊന്നും അല്ല ഖുശൂ. ഖുശൂ അത് ഖൽബിലാണ് ഖുശൂ. നൃത്തത്തിൽ ഇങ്ങനെ നിന്നു എന്ന് കരുതിയിട്ട് ഖുശൂ ഉണ്ട് അങ്ങനെ ധരിക്കണ്ട. അങ്ങനെ നിന്നില്ല എന്ന് കരുതിയിട്ട് ഖുശൂ ഇല്ല എന്നും വിചാരിക്കണ്ട. ഇങ്ങനെ ഒരാളിങ്ങനെ ഒട്ടിച്ചേർന്ന് ഇങ്ങനെ പേടിച്ചേർന്നെങ്കിൽ നിന്നെങ്കിലേ ഖുശൂ ഉള്ളൂ. നിൽക്കുന്ന നൃത്തം യഥാർത്ഥ നൃത്തം നിൽക്കണം. ഇതിന് കുഴപ്പമൊന്നുമില്ല. നടക്കുന്ന നടത്തും യഥാർത്ഥ നടത്തം നടക്കണം. എൻ്റെ കൽബിനാണ് ഭക്തി ഉണ്ടാകേണ്ടത്. ബോഡിക്ക് ഭയങ്കര ഭക്തി, പക്ഷേ കൽബിന് ഭക്തി വേണം. കൽബിന് ഭക്തിയുണ്ടോ നിന്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തന്നെ നിനക്കത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഓരോന്നും അങ്ങനെ തന്നെയാണ്. കൽബിൻ്റെ ഭക്തിയുടെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ബാഹ്യതലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും മാറ്റമുണ്ട്. ബാഹ്യതലത്തിൽ ഒരാൾ ചെയ്യുന്നതും ഒരാൾ പറയുന്നതും അത് കൽബിൻ്റെ ഭക്തിക്കനുസരിച്ച് ഓരോന്നിനും മാറ്റം കാണാം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൗലിലും കാണാം, ലാ തുക്ഫിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഓർക്കുന്ന, റബ്ബ് തആല ഇഷ്ടപ്പെടുന്ന വർത്തമാനം അല്ലാത്തത് അധികരിപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ സംസാരം, ഭൗതിക സംസാരം അധികരിപ്പിക്കരുത്. തമാശകളും രസങ്ങളും അധികരിപ്പിക്കരുത്. നല്ല സംസാരങ്ങളെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാവൂ. പറയുന്ന സംസാരം കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നേട്ടം വേണം. അല്ലാത്തത് വെറുതെ ചടപട പറഞ്ഞാൽ ഫതഖ്സൂ ഖുലൂബുക്കും, നിങ്ങളെ മനസ്സ് കടുത്തുപോകും, മനസ്സിൻ്റെ ഭക്തി നഷ്ടപ്പെട്ടു പോകും. ഫഇന്നൽ ഖൽബൽ ഖാസി ബഈദും മിനല്ലാഹ്. ഹൃദയം കടുത്തവൻ അല്ലാഹുവിൽ നിന്ന് വളരെ ബഹുദൂരത്തിലാണ്. ഹൃദയം കടുത്ത മനുഷ്യൻ ബഹുദൂരമാണ്. അവൻ്റെ വർത്തമാനം അവൻ്റെ മനസ്സിനെ കടുപ്പിക്കുന്നു. നല്ല വർത്തമാനങ്ങളാണ് പറയേണ്ടത്. നല്ല വർത്തമാനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കും, സ്വഭാവങ്ങളെ നന്നാക്കും. നല്ല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് ഓതിത്തരുന്ന ആയത്തിൽ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ശരിയായത് പറയണം. ആ ശരിയായത് മാത്രം പറയുന്നവർക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഏറെ കിട്ടും. അവരുടെ പാപങ്ങൾ ഏറെ പുറത്തു കിട്ടാനും ചാൻസ് ഉണ്ട്. പറയുന്നത് എപ്പോഴും ശരിയാകണം, നല്ല വർത്തമാനമാകണം. വലാ തൻളുറൂ ഫീ ദുനൂബിൽ ഇബാദ്. അടിമകളുടെ കുറ്റങ്ങളിൽ ദോഷങ്ങളിൽ നിങ്ങൾ നോക്കരുത്. കന്നക്കും അർബാബുൻ, നിങ്ങൾ പടച്ചോന്മാരെ പോലെ. ഞാൻ ഏതായാലും അയാളെപ്പോലെ ഒന്നും ചെയ്തിട്ടില്ല. ചിലരങ്ങനെ പറയും, ഞാൻ അയാളെപ്പോലെ ഒന്നും മോശമല്ല, ഞാൻ മറ്റേ ആളെപ്പോലെ ഒന്നും മോശമല്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇയാൾ ഒരു പടച്ചോനാണ് എന്നുള്ള അർത്ഥത്തിൽ ഇയാളെ വർത്തമാനം കേട്ടാൽ കന്നക്കും അർബാബുൻ, നിങ്ങൾ തമ്പുരാക്കന്മാരെ പോലെ. അടിമകളുടെ പാപങ്ങൾ വൈകല്യങ്ങൾ നോക്കരുത്. പഠിക്കാൻ നിങ്ങൾ ചിലതൊക്കെ കേൾക്കണം, ചിന്തിക്കാനും മാറാനും അത് ഉപയോഗപ്പെടുത്തണം. വൻളുറൂ ഫീ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം. കന്നക്കും അബീദ്, നിങ്ങൾ അടിമകളാണെന്ന അർത്ഥത്തിൽ. നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ വൈകല്യങ്ങളിലേക്ക് ധാരാളം നോക്കാനുണ്ട്. മൊത്തത്തിൽ മനുഷ്യന്മാർ രണ്ട് വിഭാഗമാണ്, മുബ്തലൻ വ മുആഫാ. പരീക്ഷിക്കപ്പെട്ടവരും പരീക്ഷണം ഇല്ലാതെ സുഖത്തിൽ കഴിയുന്നവരും. രണ്ട് വിഭാഗമല്ലേ മനുഷ്യന്മാരുള്ളൂ. മൂന്നാമത്തൊരു വിഭാഗം പറയാനില്ല. ഫർഹമു അഹ്ലൽ ബലാ, പരീക്ഷണക്കാർക്ക് നിങ്ങൾ റഹ്മത്ത് ചെയ്യുക. വിവിധ തരം പരീക്ഷണങ്ങളുണ്ട്. പാപങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. ആ ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന റഹ്മത്ത് അവരെ പാപമുക്തരാക്കലാണ്. പാപങ്ങളിൽ വല്ലാതെ
വീണുപോയ ആളുകളുണ്ട്. അവരെ പഴിചാരുന്നതിനു പകരം അവരതിൽ നിന്ന് പിടിച്ച് രക്ഷപ്പെടുത്തണം. അവരെ വൈകല്യങ്ങൾ മാറ്റാൻ നിങ്ങൾ അവരെ സഹായിക്കണം. അതിന് നിങ്ങൾ അവരെ കൂടെ ചേരണം, അവർക്ക് റഹ്മത്ത് ചെയ്യണം. വഹ്മദുല്ലാഹ അലൽ ആഫിയാ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സുഖത്തിൻ്റെ പേരിൽ അല്ലാഹുവിനെ നിങ്ങൾ സ്തുതിക്കണം, അല്ലാഹുവിനെ പ്രശംസിക്കണം. അപ്പം ഈ ആയത്ത് ഖൽബ് നന്നാക്കാൻ നേരമായിട്ടില്ലേ എന്നുള്ള ആയത്ത് നമുക്കൊക്കെ വല്ലാത്തൊരു ചോദ്യമാണ്. ഖൽബ് മോശാകാൻ പാടില്ല, ഖൽബ് നന്നാകണം. അള്ളാഹുവിലേക്ക് അടുത്ത ആളാകണം, ദൂരത്തുള്ള ആളാകരുത്. ഖൽബാണല്ലോ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തിൽ. ആ ഖൽബിനെ നന്നാക്കാനാണ്. ഇപ്പം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ദിക്ർ ഇവിടെ നടന്നു. എത്ര ദിക്റാ ചൊല്ലിയ ദിക്റിന് തന്നെ കണക്കുണ്ടാവില്ല, അത്രയും ദിക്ർ ചൊല്ലി. ദിക്ർ ചൊല്ലിയിട്ടും ഇൽമ് പഠിച്ചിട്ടും ഒന്നുകൂടി ഖൽബ് മരവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത മരവിപ്പാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ. ദിക്ർ ചൊല്ലിയിട്ട് പിന്നെയും മരവിപ്പ് മാറുന്നില്ല. ഇൽമ് പഠിച്ചിട്ട് പിന്നെയും ഖൽബിന്റെ മരവിപ്പ്, കടുപ്പം അത് മാറുന്നില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് വല്ലാത്ത കടുപ്പം തന്നെയാണ്. അർബഉം മിനശ് ശിഖാ, ഹദീസിൽ പഠിപ്പിച്ചു 4 പരാജയത്തിന്റെ അടയാളങ്ങളാണ്. അതിലൊന്ന് ജുമൂദുൽ ഐൻ, കണ്ണീര് വറ്റിപ്പോവുക. കരച്ചിൽ വരുന്നില്ലേ? വലിയ അസുഖമാണ്. കരയണം, കരയേണ്ട നേരത്തിരുന്ന് കരയണം. ഖുർആൻ ഓതിയിട്ട് കരയണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ദിക്ർ ചൊല്ലിയിട്ട് കരയണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചില ആളുകൾക്ക് ആര് കരയുന്നത് കണ്ടാലും കരച്ചിൽ വരില്ല. അങ്ങനത്തെ ഒരു ഉള്ളിത്തോല് കൊണ്ട് നടക്കുക, എന്നിട്ട് പതുക്കെ കണ്ണിലൊന്ന് തേക്കുക, എന്നിട്ടെങ്കിലും ഒന്ന് വരട്ടെ എന്നുള്ളവർക്ക്. അങ്ങനെയല്ലേ ഹദീസിൽ പറഞ്ഞ ഫൈലം തബുക്കു ഫതബാക്കു, കരച്ചിൽ വരുന്നില്ലെങ്കിൽ എന്നാൽ എങ്ങനെങ്കിലും ഉണ്ടാക്കി കരഞ്ഞൂടി എന്ന് പറഞ്ഞില്ലേ? ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ കരയണം എന്ന് പറഞ്ഞു. കരച്ചിൽ വരുന്നില്ലെങ്കിലോ കരച്ചിൽ ഉണ്ടാക്കണം, എന്നിട്ടെങ്കിലും ഖൽബിന്റെ മരവിപ്പ് മാറട്ടെ. നിങ്ങൾ കണ്ടില്ലേ ചില മനുഷ്യന്മാരെ, വലിയ വലിയ ഉസ്താദുമാരാ സാദാത്തുക്കളൊക്കെ നരകവും ഖബറൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാതെ പേടിച്ച് കരയുമ്പോഴും അവരെന്തോ ഒരു നല്ല സുഖത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. എന്തിനാപ്പ ഈ ഉസ്താദ് പഠിച്ചവൻ എത്രത്തോനെ കരയുന്നതെന്നായിരിക്കും ഒരു പക്ഷെ ഒരു ചിന്തിക്കുന്നത്. എത്രത്തോനെ കരയാനൊക്കെ ഉണ്ടോന്ന് കണ്ടാ കരുത് ഇയാൾ ഖബറിലൊക്കെ ഒരു വട്ടം പോയി വന്നാണ്. ജുമൂദുൽ ഐനുണ്ടാകരുത്, കണ്ണീര് വറ്റുന്ന അവസ്ഥ. കണ്ണീര് വറ്റുന്ന അവസ്ഥയുണ്ടാകരുത്. നല്ല ലോല മനസ്സിന്റെ അടയാളമാണ് കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത്. അള്ളാഹുവിനെ ഓർത്തിട്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒറ്റക്കൊന്നിരുന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്ന് വിലയിരുത്തി നോക്കൂ. ഒറ്റക്കൊന്നിരുന്ന് ചിന്തിച്ചു നോക്കൂ. റബ്ബ് തആല തന്ന അനുഗ്രഹങ്ങളൊന്ന് എണ്ണി നോക്കൂ. വേറെ ഒന്നിലേക്കും മനസ്സ് പോകാത്ത വിധം നിങ്ങളുടെ ഉപകരണങ്ങളെല്ലാം ഒന്ന് ഓഫാക്കി വെക്കൂ. മനസ്സ് വേറൊന്നിലേക്കും പോകരുത്. എന്നിട്ടൊന്ന് ഖാലിയായി ഇരിക്കൂ. ഖൽവത്തിലായി ഇരുന്നിട്ട് ഒരു വിലയിരുത്തൽ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയുഷ്കാലത്തിനിടയിൽ ഞാൻ ചിന്തിക്കാത്ത, ഞാൻ വിചാരിക്കാത്ത എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് തന്നു. എത്ര അവസരങ്ങൾ അല്ലാഹു എനിക്ക് മുന്നിൽ തന്നു. പലതും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കാര്യമായി ഒന്നും ഞാൻ പകരം ചെയ്തില്ലല്ലോ. കാര്യമായി എന്നിൽ നിന്ന് ഒന്നും ഉണ്ടായില്ലല്ലോ. ആ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന് ശുക്രിലും ഫിക്റിലും ദിക്റിലുമായി മനുഷ്യൻ അവൻ്റെ ഖൽബ് സാന്ദ്രമാക്കിയിട്ട് ഭക്തിയുള്ളതാക്കിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണീർ കനങ്ങൾ ഒലിച്ചിറങ്ങണം. അനുഗ്രഹങ്ങളിൽ ഒരുപാട് ചിന്തിച്ചുകൊണ്ട് ശുക്രിൻ്റെ മേഖലയാണെങ്കിലോ പറ്റ താഴെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി അതിൻ്റെ വലുപ്പം അറിയണമെങ്കിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അപ്പോഴേ അള്ളാഹു തന്ന അനുഗ്രഹത്തിൻ്റെ ബഹുമാനവും വലുപ്പവും നമുക്ക് അറിയൂ. ഒരു രോഗി അനുഭവിക്കുന്ന ആ അനുഭവത്തിൻ്റെ കടുപ്പം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ
അള്ളാഹു ഇതുവരെ തന്ന ആഫിയത്തിൻ്റെ വില. അപ്പോഴല്ലേ നമുക്കത് മനസ്സിലാകൂ. എത്ര കാലം അള്ളാഹു ആഫിയത്ത് തന്നു, സൗജന്യമായിട്ടല്ലേ തന്നത്. നമ്മളതിന് പകരമായി എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടോ? പകരമായി ഞാൻ ഇന്നത് കൊടുത്തു എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊടുത്താൽ മതിയാകുമോ? അതുകൊണ്ടല്ലേ നമ്മളോട് ഹംദ് ചൊല്ലി തീർക്കാൻ പറഞ്ഞത്, ധാരാളം ഹംദ് എല്ലാം വേണ്ടി പറഞ്ഞത്. അങ്ങനെയെങ്കിലും ഒരു ശുക്റുണ്ടാകട്ടെ എന്ന് കരുതിയിട്ടല്ലേ. എത്രയാ സഹോദരങ്ങളെ, ഒരിറ്റു തുള്ളി മൂത്രത്തിൻ്റെ വില എത്രയാണ്? പുറത്തേക്ക് തള്ളുന്നൊരിറ്റു തുള്ളി മൂത്രം 4-5 ദിവസം മൂത്രം കെട്ടിക്കിടക്കുന്നൊരു സഹോദരൻ അനുഭവിക്കുന്ന വല്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ നമ്മളങ്ങനെ പോയി റെഡിയായ രൂപത്തിലൊന്നിരുന്ന് വേറെയൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാതെ നമ്മളൊന്ന് അയഞ്ഞിരിക്കുമ്പോഴേക്ക് പുറന്തള്ളേണ്ട ഭാഗങ്ങളിലൂടെ വിസർജ്യ വസ്തുക്കളും ജലങ്ങളുമൊക്കെ മലിനജലവുമൊക്കെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ എത്രയാണ് അനുഭവപ്പെടുന്ന സുഖം. ആ സുഖത്തിൻ്റെ വലുപ്പത്തിന് കണക്കില്ല. അപ്പോഴാണ് അറിയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന ആഫിയത്തിൻ്റെ കടുപ്പം മനസ്സിലാകുന്നത്. അപ്പോഴാണ് 4-5 ദിവസം മൂത്രത്തിൻ്റെ ഒരു തുള്ളി പോകാതെ വാവിട്ട് കരയുന്ന മനുഷ്യൻ്റെ കണ്ണീർ കണങ്ങളുടെ വലുപ്പവും നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയും രണ്ടും മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നേരം അങ്ങനെ വന്നാൽ നമുക്ക് മനസ്സിലാകും. അള്ളാഹു ഈ തരുന്ന നിഅമത്തിന് നമ്മൾ എന്തു ചെയ്താലും മതിയാകില്ല. ചില രോഗികൾ പറയുന്നു, തൊണ്ട വരണ്ടു പോകുന്നു, എത്ര വെള്ളം കുടിച്ചിട്ടും മതിയാകുന്നില്ല. ഗുളിക കഴിക്കുന്നുണ്ട് രാത്രിയും രാവിലെയും, പക്ഷേ മണിക്കൂറൊന്ന് തികഴുമ്പോഴേക്ക് 2 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, തൊണ്ടയിൽ എപ്പോഴും ഇങ്ങനെ നിർഗളിക്കുന്ന ഉമിനീര്, എന്താണ് നമ്മൾ അള്ളാഹുവിനതിന് പകരം കൊടുക്കാനുള്ളത്? എന്ത് കൊടുത്താലാണ് പകരമാകുന്നത്? ആ ഉമിനീര് യഥേട്ടം ഇങ്ങനെ വിഴിഞ്ഞിറങ്ങുന്നത് കൊണ്ട്, ഓരോ തുള്ളികളായി തായോട്ടിങ്ങനെ ഇറങ്ങുന്നത് കൊണ്ട് ആശയവിനിമയത്തിനുള്ള കഴിവ് സുലഭമായി നമുക്ക് നൽകപ്പെട്ടു. വേണ്ട രൂപത്തിൽ അത് ഇറങ്ങാതെ വറ്റി വരണ്ടുപോയാൽ ശബ്ദം പുറത്തേക്ക് വരാതെ മറ്റൊരാളോട് ഒന്നും പറയാൻ കഴിയാതെ തൊണ്ട വരണ്ട് ഉണങ്ങിപ്പോകുന്നൊരവസ്ഥയിലായിട്ട് അങ്ങനെ കഴിയുമ്പോൾ റബ്ബ് തആല തരുന്ന ഉമിനീരിൻ്റെ വലുപ്പം നമുക്ക് വല്ലാതെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളുടെ വലുപ്പവും അതിൻ്റെ വ്യാപ്തിയും മനസ്സിലാക്കി നല്ലോണം ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും അവരവരുടെ സുഖങ്ങളെപ്പറ്റി വിലയിരുത്തുകയും ആ സുഖങ്ങൾ നൽകപ്പെടാത്ത ആളുകളിൽ നിന്ന് അള്ളാഹു എന്നെ ഈ ഒരു കാറ്റഗറിയിലേക്ക് ഉയർത്തി എന്നതിന് നമ്മൾ എന്താണ് പകരം നൽകിയത്, എന്താണ് പകരം കൊടുത്തത്, എന്ത് കൊടുത്താലാണ് പകരമാകുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുമ്പോൾ ഇസ്ലാമിലായിട്ട് അവരുടെ ബാപ്പയും അവരുടെ ഉമ്മയും അവരുടെ മകനും അവരുടെ പേരക്കുട്ടിയും അങ്ങനെ തലമുറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നോക്കുമ്പോൾ എല്ലാവരും ഒരേ രൂപത്തിലായി കിട്ടിയതിന് അവരല്ലാഹുവിനെ സ്തുതിക്കുന്നു. വല്ലാത്ത ഒരു സന്തോഷം. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ ഭാഗ്യം കിട്ടിയ സ്വഹാബിമാർ വളരെ ചുരുക്കമാണ്. ഉപ്പ, ഉമ്മ, മകൻ, പേരക്കുട്ടി, ഇങ്ങനെ ഈ 4 ആളുകളും സ്വഹാബിയായി മാറിയത്. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയ ആളുകൾ അപൂർവമാണ്. ബാപ്പയും ഉമ്മയും സ്വഹാബിയായത് തന്നെ അപൂർവമാണ്. എല്ലാവർക്കും ഇല്ല ആ ഒരു വലിയ തൗഫീഖ്. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്.
ബാപ്പയും ഉമ്മയും. ആ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മകനല്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരക്കുട്ടിയല്ലേ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 4 തലമുറയിലെ 4 ഭാഗം കുല്ലുഹും സഹാബിയൂൻ. അത് വലിയൊരു ഭാഗ്യമാണ്, വല്ലാത്തൊരു തൗഫീഖാണ്. അല്ലാഹു തആല നൽകിയ ആ ഒരു സന്തോഷത്തിന് എത്രമാത്രം വലിയ നിഅമത്തും എത്രമാത്രം വലിയ ശുക്രുമാണ് അവരുടെ ഭാഗത്തിൽ നിന്നുണ്ടായത്. അങ്ങനെ കൂട്ടി നോക്കിയാൽ അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ അനുഗ്രഹങ്ങൾ വിലയിരുത്തിയിട്ട് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ശുക്റായിട്ട് കാര്യമായൊന്നും വന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ആർദ്രതയുള്ള മനസ്സോടുകൂടെ കണ്ണീരൊഴുക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ബുക്കാഉം മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയന്നതുകൊണ്ടുള്ള ഒരു കരച്ചിൽ, അത് വിശ്വാസിക്ക് നിന്നു പോകാൻ പാടില്ല. അത് നിന്നാ പരാജയമാണ്. ജുമൂദുൽ ഐൻ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ മരവിപ്പ്, കടുപ്പം. മനസ്സ് മരവിക്കാനുള്ള കാരണം 4 വർദ്ധിച്ചാൽ മനസ്സിന് കട്ടികൂടിപ്പോകും. ഖസ്വത്തുൽ ഖൽബ് ഉണ്ടാകാനുള്ള കാരണം 4 വിഷയങ്ങൾ പരിധി വിട്ട് കിടക്കരുത്. 4 എപ്പോഴും പരിധിൻ്റെ ഉള്ളിലാകണം. അതിന് കഴിയുമോയെന്നറിയില്ല, അതിന് കഴിയണം. അതിലൊന്ന് അൽ അഖിൽ, തീറ്റ, പരിധിൻ്റെ ഉള്ളിലാകണം. പരിധി വിട്ട് കിടക്കാൻ പാടില്ല. പരിധി വിട്ടാ പ്രശ്നമാണ്. രണ്ടാമത്തത് വന്നൗം, ഉറക്കം. ഉറക്കം പരിധി വിടാൻ പാടില്ല. പരിധി വിട്ടാൽ പ്രശ്നമാണ്. പരിധിയും പരിമിതിയൊന്നും ഇല്ലാതെ ഉറങ്ങേണ്ട ഒരു പ്രായമുണ്ട്. അതിപ്പോൾ ഈ സദസ്സിലുള്ള ആളുകൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കണക്കൂട്ടുന്നത്. ഉമ്മമാരെ മടിയിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകും. അവർ 10, 12, 14 മണിക്കൂർ ഉറങ്ങും. നമ്മളിപ്പോഴും 14, 18 ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ആ പക്വതയിൽ എത്തിയിട്ടുള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം. ഏത്? ആ 2ാം വയസ്സിലും 3ാം വയസ്സിലൊക്കെ അങ്ങനെയാണ് കണക്കൂട്ടുന്നത്. 60 താടി നരച്ചോന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പേരക്കുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളിപ്പോഴും ആ 14, 18 ഉറങ്ങണേ, ഞങ്ങൾ ആ 3ാം വയസ്സിലാണ്. നിങ്ങളെന്താ ഇപ്പം എന്നോട് നോക്കിയിട്ട് എന്താ കാര്യം? അങ്ങനെയാണ്. അപ്പം അത് പരിധി വിടാൻ പാടില്ല. ഉറക്കം അതിനൊരു പരിധിയുണ്ട്. മുതല്ലിമീങ്ങളെ ഉറക്കത്തിന് പ്രത്യേകം പരിധിയുണ്ട്. മുതല്ലിമാകാൻ വന്നിട്ട് മുതല്ലിമാകുന്നതിൻ്റെ തുടക്കകാലത്തിൽ 2 വർഷക്കാലം തീരെ തലയിണ ഉപയോഗിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തലയിണ ഉപയോഗിക്കാതെ നിലത്തെങ്ങനെ കിടന്നു എന്നല്ല, ഉറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ചിലപ്പോൾ അത് വ്യാഖ്യാനിക്കൂ. തലയിണ വെക്കാതെ തല ഇങ്ങനെ നേരെ സ്റ്റെപ്പിൽ വെച്ച് അങ്ങനെ ഉറങ്ങിയതാണ്. അങ്ങനെ ഡോക്ടറൊക്കെ അങ്ങനെ പറയലുണ്ട്, അതാണ് സുഖം. അങ്ങനല്ല, അതിൻ്റെ അർത്ഥം ഇതാണ്. രാത്രിയും കിതാബ് ഓതി പഠിച്ച്, രാത്രി ഇങ്ങനെ പാഠശാലയിൽ കിതാബ് ഓതി പഠിക്കുമ്പോൾ ഈ ഓത്തിൽ നിന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, ആ ഓത്തൊന്ന് സ്വീപ്പാക്കാൻ വേണ്ടി മറ്റേ ആൾ വന്നു. ആര്? ഇബ്ലീസുൽ ലഈൻ ലാനത്തുല്ലാഹി അലൈഹി. പുറത്ത് വന്ന് ശബ്ദം ഉണ്ടാക്കി, എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കി. അവിടെ ഒരു ചെറിയ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് അപ്പം ഇമാം നവവി റളിയല്ലാഹു അൻഹു എല്ലാവരും വിളിച്ചു. അവിടെ ആരോ ഒച്ചപ്പാടുണ്ടാക്കിയല്ലോ. ആ ഒച്ചപ്പാടുണ്ടാക്കിയ ആളെ ലക്ഷ്യം എന്താ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഓത്ത് എങ്ങനെങ്കിലും ഒന്ന് തകരാറിലാക്കണം, അതാണ് ലക്ഷ്യം. പക്ഷെ ഇങ്ങോട്ട് കയറി വരാൻ ധൈര്യമല്ല, അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഒച്ചപ്പാടുണ്ടാക്കിയത്. നമ്മൾ ഡയറക്റ്റ് നമ്മൾ എടുത്തേക്ക് തന്നെ വരികയാണ്. അങ്ങനെ നമ്മൾ ഉറക്കാണ്. പിന്നെ നമ്മളത്രല്ലേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീപ്പാക്കിയിട്ട് മതി. കുറേ പഠിച്ചാൽ വലിയ ആലിമാകും. വലിയ ആലിമായ പിന്നെ ആൾക്കാർ കൊണ്ടെടുക്കാൻ പ്രയാസമാകും. അതുകൊണ്ട് നിർത്തിയാണ്. അത് കേൾക്കലോടെ നമ്മൾ ഉറങ്ങി. മുതല്ലിമീങ്ങൾ ഉറക്കം കുറക്കണം. ഉറക്കം പരിധിയിൽ മാത്രം ഒതുക്കിയുള്ള ഉറക്കമാകണം. പരിധിയിൽ കവിഞ്ഞ ഉറക്കം ഉറങ്ങരുത്. ഉപ്പമാര് പരിധിയുള്ള ഉള്ളിലുള്ള ഉറക്കം ഉറങ്ങണം. നമ്മുടെ പരിപാടി നിങ്ങളെ ഉറക്കത്തിന് തടസ്സമല്ല.
അത് കറക്റ്റ് സമയമാകുമ്പോൾ നിർത്തും. പിന്നെയും ഒരു 4 മണിക്കൂർ ഉറക്കത്തിന് രാത്രി നേരം നിങ്ങൾക്ക് ധാരാളം ഉണ്ട്. അതുകൊണ്ട് ഉസ്താദ് എങ്ങളെ പരിപാടി കൊണ്ട് എൻ്റെ തഹജ്ജുദ് ഔറാദൊക്കെ പോയി ആരും പറയാൻ നിൽക്കണ്ട. അങ്ങനെയുള്ളവർ ഇപ്പം തന്നെ വെക്കോളൂ. ഇനി ഒരു ബുദ്ധിമുട്ടാണ്. ചില ആളുകൾ പരിധി വിട്ട ഉറക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം. ഓല് ദിക്റിൻ്റെ മജ്ലിസിൽ വന്നാലും ഉറക്കമായിരിക്കും, സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്നാലും ഉറക്കമായിരിക്കും, വാദിൻ്റെ മജ്ലിസിൽ വന്നാലും ഉറക്കമായിരിക്കും. അവർ ഉറങ്ങാത്തൊരു മജ്ലിസ് ഉണ്ടെങ്കിൽ കല്യാണ മജ്ലിസ് മാത്രമേ ഉള്ളൂ. തൽക്കാലം കല്യാണം, അതിലവർ ഉറങ്ങൂല. കാരണം അത് അത്യാവശ്യം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ റെഡിയാക്കാനുള്ളതല്ലേ. ബാക്കി എല്ലാ മജ്ലിസിലും 5 മിനിറ്റ് ഇങ്ങനെ കണ്ണുറന്നിരിക്കും, പിന്നെ കാണാണ്ട് ഉറങ്ങും. അത് ഈ കൽബ് മരവിച്ചിട്ടാണ് അങ്ങനെ, ദഹിക്കുന്നില്ല അങ്ങോട്ട്, അതുകൊണ്ടാണ് അങ്ങനെ. അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട മറ്റേ ഹദീസ് കേട്ടിട്ട് അങ്ങനെ ഉറങ്ങാണ്. വേറെ ഹദീസില്ലേ, ദിക്റിൻ്റെ ഹൽക്കയിൽ അങ്ങനെ വന്നിരുന്നാണ്ട് ഉറങ്ങിയാലും അങ്ങനെ അതൊക്കെ പഠിച്ചിട്ടോ അങ്ങനെ കൂട്ടല്ല. അങ്ങനെ ഫുള്ള് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ, ഖുതുബ ഉസ്താദ് തുടങ്ങിയാൽ അപ്പോഴും അങ്ങനെ തന്നെ. അത് കരബിൻ്റെ ഒരു മരവിപ്പാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖസ്വത്തുൽ ഖൽബ് തരാത്ത നല്ല ഉണർവുള്ള ഖൽബ് അള്ളാഹു നൽകുമാറാകട്ടെ. ഖൽബ് ചത്തിട്ട് ഈ ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ബോഡിയൊക്കെ മിനുക്കിയിട്ട് എന്താ കാര്യം? പലരുടെയും ഖൽബ് മരവിച്ചു പോയി. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, വൽ ആരിഫൂന ഫഇൻ മാതു ഫഅഹ്യാഉ വൽ ജാഹിലൂന ഫമാതു ഖബ്ല മൗതിഹിമി. ജാഹിലീങ്ങൾ യഥാർത്ഥ മരണം മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. ബോഡി മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ ഖൽബ് ചത്തുപോയി. ആത്മജ്ഞാനികൾ അവർ മരിച്ചിട്ടും ഇപ്പോഴും അവർ ജീവിച്ചിരിക്കാൻ. മരിച്ചിട്ടില്ല അവരെ ബോഡി പിരിഞ്ഞു, പക്ഷെ ഇപ്പോഴും അവർ ഹയാത്തിലാണ്. കാരണം അവർ ജീവൻ നൽകിയ ഇൽമ്, അവർ ജീവൻ നൽകിയ പാരമ്പര്യമായിട്ട് ഇവരെ പകർന്നു നൽകിയത് ഒക്കെ ഇവിടെ ഹയാത്തിലാണ്. അവർ ജീവിച്ചിരിക്കുകയാണ്. നമ്മളെ ബോഡി ഖൽബുണരണം. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഉറക്ക് അത് നിയന്ത്രിക്കണം. ഉറക്ക് നിയന്ത്രിക്കണമെങ്കിൽ ഭക്ഷണം നിയന്ത്രണ വിധേയമാകണം. ഭക്ഷണം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കും. അതല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആഫാതു ശിബഇൻ സിഖലു ജിസ്മിൻ ഖസ്വതുൽ ഖൽബിൽ ഇസാലതു ഫിത്നതം മുതമൽമിലാ. വയറ് നിറക്കുന്നതിൻ്റെ ആപത്തുകൾ, ആഫാതു ശിബഇൻ, വയറ് നിറക്കുന്നതിൻ്റെ ദുരന്തങ്ങൾ. ഉമ്മമാരെ, ഒരു ചെറിയ കുട്ടിയെയും പാകത്തിനപ്പുറം തീറ്റിക്കരുത്. പാകത്തിനുള്ള ഭക്ഷണം കൊടുക്കണം. ആ കുട്ടി പറയാണ് ഒരപ്പം മതി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ ഒരപ്പം മതി, 4 അപ്പം തന്നെ നീ കഴിച്ചോളണം എന്ന് പറയരുത്. അങ്ങനെ നിങ്ങൾ 4 അപ്പം കൊടുത്ത കുട്ടി വായിക്കാനോ എഴുതാനോ വേണ്ടി ആ ടേബിളിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ കസേരയിലിരുന്ന് ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ആ കുട്ടിയെ ശകാരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ശകാരിക്കേണ്ടത്. അത്യാവശ്യത്തിന് ഒരപ്പം മതി, എനിക്ക് 2 പത്തിരി 3 പത്തിരി മതി എന്ന് പറയുന്ന കുട്ടിയോട് ഇഷ്ടം പോലെ കുത്തിത്തിരുകി കൊടുത്തിട്ട് ആ കുട്ടിയുടെ ശരീരം ഖനം കൂടിയിട്ട് ഭാരം കൂടിയിട്ട് ആ കുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഉറക്കിലേക്ക് വീഴുന്നു. എത്രയായിട്ടും ആ കുട്ടിയെ നിവർത്തിയിട്ട് നിവരുന്നില്ല. ആ കുട്ടിക്ക് നിങ്ങൾ ഏത് രൂപത്തിൽ മുഖത്ത് വെള്ളം തെളിച്ചാലും വീണ്ടും കുറച്ച് കഴിയുമ്പോഴേക്ക് കുട്ടി ഉറങ്ങും. കാരണം നേരത്തെ ആ കുട്ടിയെ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിയന്ത്രിച്ചില്ല. ആ കുട്ടിക്ക് ഇപ്പം പ്രായത്തിനൊക്കാത്ത രീതിയിലുള്ള വെയിറ്റാണുള്ളത്. ഒന്നാമത്തെ കേട് സിഖലു ജിസ്മിൻ, പ്രായത്തിനപ്പുറമുള്ള ഖനം. ഓൻ്റെ പ്രായം കണ്ടാൽ ഏകദേശം ഒരു +2 എത്തിയിട്ടുണ്ടെന്ന് തോന്നും. അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ ആകെ 5ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. അവനെ കാണുന്നവരൊക്കെ ചോദിക്കും SSLC ആണോ +2 ആണോ എന്ന്. അവൻ പറയുന്നു പടച്ചോനെ ഞാൻ കുടുങ്ങിയല്ലോ, ഇങ്ങനെ ഇനി ഈ വെയിറ്റ് കുറക്കാൻ എന്താ മാർഗം? അപ്പം പിന്നെ ഓനെ പല ജാമിലും ജൂമിലും കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ വരട്ടാണ്. പക്ഷെ വരട്ടിയിട്ടൊന്നും വരലുന്നില്ല. ഓനെ കുറേ ഉന്തുന്നു, നടത്തുന്നു, നീക്കുന്നു. പിന്നെ ഈ ചക്കില കൊണ്ടുപോയിട്ട് കുറേ ഇങ്ങനെ കറക്കി നോക്കണം വരെ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ അവന് ബന്ധപ്പെട്ട് കുറേ മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നു. അതുകൊണ്ടൊന്നും ഫലം കിട്ടുന്നില്ല. കാരണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതെ കട്ടികൂടിപ്പോയി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഹ്ദീബു സുബ്യാൻ വിശദീകരിക്കുന്നിടത്ത്,
കുട്ടികളുടെ സംസ്കരണ പ്രക്രിയകൾ വിശദീകരിക്കുന്ന മഹാനവറുകൾ പറയുന്നുണ്ട്, പരിധിക്കപ്പുറം ഭക്ഷണം കൊടുക്കരുത്. ഇതിലുള്ള കുറച്ചൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ. ബാപ്പാനി ഉമ്മാനി ഉസ്താദുമാരൊക്കെ അനുസരിക്കാൻ കാരണം അന്ന് കിട്ടിയ അര റൊട്ടിയല്ലേ കാരണം. മദ്രസിലേക്ക് അന്ന് പോകുമ്പോൾ അര റൊട്ടി 1/4 റൊട്ടിയല്ലേ കിട്ടിയിരുന്നുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ചില ആളുകൾക്കൊക്കെ അന്ന് കിട്ടിയിരുന്നത് എന്താ, ഈ അരി പൊടിച്ചിട്ട് അതിൻ്റെ കുറച്ച് പൊടി ഉണ്ടാകും ചെറിയൊരു പാത്രത്തിൽ, അത് ചായ അങ്ങനെ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ച് തിന്നാൻ വേണ്ടി തരും. മദ്രസിലേക്കാണ് പോണത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അരിപ്പൊടിയോ മറ്റൊക്കെയാണ് തിന്നാൻ തരുന്നത്. ഇന്നങ്ങനല്ല. ഇന്ന് രാവിലെ മദ്രസയിലേക്കും അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം ബീഫ്, ഫിഷ്, പിന്നെന്താ വേണ്ടി എല്ലാം നായും പന്നിയല്ലാത്തൊക്കെ ഭക്ഷണമാക്കി കൊടുത്തിട്ട് ധമ്മായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പരിധിക്കപ്പുറം ചെറിയൊരു ഭക്ഷണം, അളന്ന ഭക്ഷണം. അതുകൊണ്ടാണ് മുത്താലിമീങ്ങൾക്ക് ക്യാൻറ്റീനിലൊക്കെ പാകപ്പെട്ട ഭക്ഷണം തരുന്നത്. പഠനത്തിന് കുറവ് വരാതിരിക്കാനാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത്. അല്ല അൻവർ ഉസ്താദ് നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല. അങ്ങനെ നിങ്ങളെ പഠനത്തിന് യാതൊരു നിലക്കും ഭംഗം വരാൻ പാടില്ല. നല്ല ഹൈ ലെവലിൽ പഠിച്ച് വളരണം. അതിന് പാകപ്പെട്ട ഭക്ഷണമാണ്. ഇവിടെ ഭക്ഷണത്തിന് കുറവൊന്നുമില്ല കേട്ടോ, കുറച്ചുകൂടി വേണമെങ്കിൽ ചുരുക്കാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാ ഭക്ഷണം ഇങ്ങനെ ക്രമത്തിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ രൂപഭാവങ്ങൾ മാറുമ്പോൾ പഠനത്തിൻ്റെ വിഷയത്തിലും മാറ്റങ്ങൾ വരും. ഖനം കൂടിപ്പോകുന്നു. ഖസ്വത്തുൽ ഖൽബ്, രണ്ടാമത്തെ ദുരന്തം ഖസ്വത്തുൽ ഖൽബ്. ഹൃദയം മടുപ്പ് വരുന്നു. നന്മ ചെയ്യാനൊന്നും ഹൃദയത്തിന് തോന്നുന്നില്ല. ഏറെ ഭക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിന് കടുപ്പം വരികയാണ് അല്ലേ. ഏറെ ഭക്ഷിക്കണ ഒരു മാസല്ലേ. അന്ന് കുറേ ആൾക്കാർ കുറച്ച് നിസ്കരിച്ചാണ്ട് സല്ലല്ലാഹു എന്ന് പറഞ്ഞു പോകണ്ടല്ലേ. അല്ല തറാവി ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ രാത്രി കുറച്ച് കഴിഞ്ഞാൽ എണീക്കും, അപ്പം നിസ്കരിക്കാൻ ബാക്കി. എവിടെ നിസ്കരിക്കണ്, എവിടെ എണീക്കണ്? ഇപ്പൊ അവന് കഴിയാത്ത എന്താ സഹോദരിമാരൊക്കെ ഇശാംസ്കാരം കഴിഞ്ഞ് നേരെ നിസ്കാര കുപ്പായിട്ട് അങ്ങനെ കടന്ന പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വരുന്ന ആൾ വിചാരിക്കും തറാവിയൊക്കെ കഴിഞ്ഞ ക്ഷീണം കൊണ്ട് ഉറങ്ങാണ്. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി പറയും, അല്ലട്ടോ ഉമ്മ ഇശ കഴിഞ്ഞ ഉടനെ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. കാരണം സഹോദരിമാരും അവരുടെ ശരീരം ഒന്നുകൂടി ഖനം കൂടിപ്പോയി. കാരണം റമദാനിൽ അവർക്കാണ് എന്ന് പലരും വിധി എഴുതിയിട്ട് സഹോദരിമാർക്കാണ് എന്ന് പറഞ്ഞ് സ്തുതി പറഞ്ഞ് തള്ളിയ ഒരു സാധനമാണ് പൊറോട്ട. അപ്പോൾ അത് പെണ്ണുങ്ങൾക്കാന്ന് പറയുമ്പോൾ പിന്നെ പെണ്ണുങ്ങളെ കക്ഷിയുണ്ട്. 2-3 കഴിച്ചില്ലെങ്കിൽ മോശമല്ല, റമദാൻ മാസമല്ല, അതിനൊരു ഹുർമത്തില്ലേ. അങ്ങനെ ആകുമ്പോൾ പിന്നെ ശരീരം നിയന്ത്രിച്ച് കിട്ടുന്നില്ല, ഓതാനും മുന്നോട്ട് വരുന്നില്ല, ഇബാദത്തിനൊന്നിനും കഴിയുന്നില്ല. ഖസ്വത്തുൽ ഖൽബ് അൽ ഇസാലതു ഫിത്നതൻ, നല്ല ബുദ്ധികൂർമ്മത നീങ്ങിപ്പോകുന്നു. ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ നല്ല മാർക്ക് 7ലും 10ലൊക്കെ, പിന്നെ മേലോട്ട് എന്തോ ഒരു കുറവ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുറയുന്നു. അത് തീറ്റയുടെ കാറ്റഗറി കൂടിയപ്പോൾ ബുദ്ധികൂർമ്മത താഴോട്ടിങ്ങനെ പോകുന്നു. ബുദ്ധികൂർമ്മത നഷ്ടപ്പെട്ടു പോകും. ഏറെ ഭക്ഷിക്കരുത്. തദ്ഈഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി ജൽബുൽ ലിനൗമിൻ ഫഹദർ അൻഹു വഅബ്ഹലാ. ഇബാദത്തിന് ശരീരത്തിന് ദുർബലത വരും. ഫർള് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ തോന്നൂല. ഖുർആൻ ഓതിയാൽ കുറച്ചുകൂടി ഓതട്ടെ എന്ന് തോന്നൂല. ദിക്ർ ചൊല്ലിയാലും സ്വലാത്തുല്ലിയാലും മതി എന്ന് തോന്നും. ശരീരത്തിന് ഇബാദത്തിനോട് വല്ലാതെ കുറവ് വരും, ദുർബലത വരും. ജൽബുല്ലിനവും ഉറക്കിനെ വലിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് കൽബിന് മരവിപ്പ് വരുന്ന രീതിയിലുള്ള ഉറക്കം നിയന്ത്രിക്കണം, ഏറാകരുത്. ഭക്ഷണം പരിധി വിടരുത്. 3-മത്തത് വൽക്കലാം, സംസാരവും ഓവറാകരുത്. ചിലരൊക്കെ ഇരുന്ന് കഥ പറയുന്നത് കേട്ടാൽ സുബ്ഹാനല്ലാഹ് എത്ര നേരാണ്. ചില സഹോദരിമാരൊക്കെ വർത്തമാനം കൊണ്ട് പറയാൻ തുടങ്ങിയാൽ തീരൂല. എഴുതിയാൽ പിന്നെ അത് തീരുമോ? പറഞ്ഞാൽ തന്നെ തീരൂലെങ്കിൽ പാകത്തിനുള്ള വർത്തമാനം പറഞ്ഞാൽ മതി. എത്ര ഇത് പറയണു? അല്ല, നിങ്ങൾ അയലൊക്കത്ത് വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ഞാൻ കുറച്ച് നേരം വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്ര 2 മണിക്കൂർ വർത്തമാനം. നമ്മൾ മുമ്പ് ഒപ്പം പഠിച്ച ചങ്ങായനോടെ കണ്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞു. 7ാം ക്ലാസ് മുതൽ ഇന്ന് ഈ ഇത്രയും കാലമുള്ള 10-15 കൊല്ലത്തിൻ്റെ അടുക്കളൊക്കെ പറഞ്ഞു തീർന്നിട്ടില്ല. ഇനി 5 കൊല്ലത്ത് ബാക്കിയുണ്ട്. പറയുന്നേ എത്രയാ പറയണത്? പറച്ചിൽ ലിമിറ്റാക്കണം. ഇപ്പോൾ പറച്ചിൽ കുറവാണോ കൂടുതലാണോ നിങ്ങളെ അഭിപ്രായം?
കൂടുതലാണ്. കാരണം ഇപ്പം നേരിട്ടും പറയാണ്, ആളെ കാണാതെയും പറയല്ലേ. ആളെ കാണാതെ പറഞ്ഞിട്ട് സ്രൂ എന്നാണ് വിട്ടുകൊടുക്കല്ലേ. ഒരു ദിവസം എത്ര മിനിറ്റാ സംസാരിച്ചെന്ന് കണക്കൂട്ടി നോക്കി, എത്ര ആൾക്കാർ വിട്ടുകൊടുത്തെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 10-40 ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ തലവനാണ് മൂപ്പര്. ദീനിയായിട്ടോ ഉഖ്റവിയായിട്ടോ ഉപകരിക്കാനൊരു വർത്തമാനമില്ല, എന്തൊക്കെയോ സ്വറകൾ. അത് വിട്ടുകൊടുക്കന്നെ. എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സുന്നത്തോ ഫർളോ ഒക്കെ ആയ കാര്യമാണെങ്കിൽ അൽഹംദുലില്ലാ ഒരു സന്തോഷം നിൽക്കാം. എത്രയാണ് വർത്തമാനങ്ങൾ. വർത്തമാനം കൂടുതലാകാൻ പാടില്ല. വൽ മുഖാലത്തു, കൂടിക്കലർന്നുള്ള ജീവിതവും ഓവറാകരുത്, കൂട്ടുകെട്ടും ഓവറാകരുത്. കൂട്ടുകെട്ട് ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഖൽബിന് അതുകൊണ്ടും മരവിപ്പ് വരും. കൂട്ടുകെട്ട് ഓവറായി പോകരുത്, പാകത്തിനാകണം. നീ നിന്റെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ചിന്തിച്ചെടുക്കാനും പക്വതയോടെ വിലയിരുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിനക്ക് കഴിയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാജയത്തിൻ്റെ കാര്യം എണ്ണിയപ്പോൾ രണ്ടാമതെണ്ണി ഖസ്വത്തുൽ ഖൽബ്, മൂന്നാമതായി തങ്ങൾ എണ്ണിപ്പറഞ്ഞു തൂലുൽ അമൽ, നീണ്ട ആഗ്രഹം. ആഗ്രഹം നീളരുത്, ചുരുക്കണം. ആഗ്രഹം നീണ്ടുപോകരുത്, ആഗ്രഹം ചുരുക്കണം. കാരണം നമ്മുടെ പ്രായത്തിന് ഒരു പരിധിയുണ്ട്. അള്ളാഹു ഈ ദുനിയാവിൽ തരുന്നത് കുറഞ്ഞ കാലമാണ്. ആ കുറഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ, ഈ ദുനിയാവിൽ സാധിക്കാത്ത ആഗ്രഹങ്ങൾ ഇനിയും പെരടിയിൽ വെക്കരുത്. അത് കിട്ടിയില്ലല്ലോ, നടന്നില്ലല്ലോ എന്നായിരിക്കും തോന്നലുണ്ടാവുക. നീണ്ട ആഗ്രഹം വേണ്ട. മനുഷ്യൻ എത്ര വാർദ്ധക്യത്തിലേക്ക് പോയാലും, മനുഷ്യൻ എത്ര പ്രായത്തിലേക്ക് പോയാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യൻ എത്ര പ്രായം കൂടുതലായാലും രണ്ടെണ്ണം മനുഷ്യൻ്റെ കൂടെ എപ്പോഴും യുവാവായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് അൽ ഹിർസു, അലച്ച മാറുന്നില്ല. മറ്റൊന്ന് തൂലുൽ അമൽ, നീണ്ട ആഗ്രഹം, അത് യുവാവാണ്. അത് രണ്ടും യുവത്വത്തിൻ്റെ പ്രസരിപ്പിലാ നിൽക്കുന്നത്, തീരുന്നില്ല. അദ്ദേഹത്തിനിപ്പോൾ ഒതുങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പക്വതയിൽ അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വീഴ്ചകളും വീക്ക്നെസ്സുകളൊക്കെ സംഭവിച്ചതാണ്. തിരുത്തിയിട്ടത് പരിഹരിക്കാനും മറ്റുമൊക്കെ സമയമായിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിനൊന്നും തുനിയാതെ വീണ്ടും പഴയപടിയിലേക്ക് തന്നെ ജീവിതം കൊണ്ടുപോകുന്നു. ആഗ്രഹം തീർന്നിട്ടില്ല, അതുകൊണ്ടാണത്. വൽഹിർസു അലദ്ദുന്യാ, ദുന്യാവിൻ്റെ മേലുള്ള അലച്ചയുണ്ടായിട്ട് ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, വാങ്ങേണ്ടത്, കൊടുക്കേണ്ടത്, അതിന് കൃത്യതയില്ല, അതിനൊരു ലെവലില്ല, ലിമിറ്റില്ല. അലച്ച വെച്ചിട്ട് മനുഷ്യൻ ഉള്ളതിലേക്ക് മുഴുവനും പോയി ചേരുന്നു. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന് പിടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാ തഅമല ഫീഹിൽ മൗഇള, ഉപദേശം ആ മനുഷ്യനിൽ യാതൊരു പ്രതിഫലനവും വരുത്തില്ല. ഉപദേശങ്ങൾ ഒരുപാട് കേൾക്കുന്ന കാലമല്ലേ ഇപ്പോ, എത്ര വാള് കേൾക്കുന്നുണ്ട്. വലാ തുഅസ്സിറു ഫീഹിൻ നസീഹ, എത്ര ഉപദേശങ്ങളും ആ മനുഷ്യനിൽ സ്വാധീനം വരുത്തൂല. വാള് കേട്ടിട്ട് ചേഞ്ച് വരേണ്ടതുണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഖൽബിന് നല്ല മാറ്റമുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ്. വലാ തൽഹറു ഫീഹി ബറകത്തു മുജാലസത്തി സ്വാലിഹീൻ, ഒരുപാട് സ്വാലിഹീങ്ങളുടെ സയ്യിദന്മാരുടെയും ഉലമാഇൻ്റെയും സദസ്സിൽ പങ്കിട്ടിട്ടുണ്ട്. അതിൻ്റെ ബറക്കത്തൊന്നും അയാളിൽ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ഖൽബിൻ്റെ മരവിപ്പാണ്. ഖൽബിന് മരവിപ്പ് വരരുത്. ഖൽബിന് നല്ല ശുദ്ധി വരണം, ഖൽബിന് മാറ്റം വരണം. നിങ്ങൾ കണ്ടില്ലേ മഹാത്മാക്കളെ പലരെയും മാറ്റിയത്? നേരത്തെ ഞാൻ ഓതിയ ആയത്താണെന്ന് സൂചിപ്പിച്ചല്ലോ. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞങ്ങളൊരു ഒരു തോട്ടത്തിൽ നല്ലോണം പാനീയങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. കളിക്കാൻ ഓരോരുത്തരുടെ കയ്യിലും ഓരോ വടിയുണ്ട്.
നീണ്ട വടിയുണ്ട്, അങ്ങനെ ഒരു കളിയാണ് എന്ന് കൂട്ടിക്കോളൂ. ഇപ്പം വളഞ്ഞ വടി കൊണ്ടൊക്കെ ഉള്ള കളിയുണ്ടല്ലോ, അതുപോലെ നീണ്ടൊരു വടി കൊണ്ടുള്ള കളിയാണ്. എല്ലാവരുടെ കയ്യിലും വടിയുണ്ട്. ഞാൻ എൻ്റെ വടി കൊണ്ട് അടിച്ച് കളിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ ആ വടിയുടെ ഉള്ളിൽ നിന്നൊരു വർത്തമാനം, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെറുപ്പക്കാരനാണ്, എൻ്റെ വടിയുടെ ഉള്ളിൽ നിന്ന് കേട്ട ഈ ഉപദേശം, നീ ഒരു മൂമിനല്ലേ, ഇനിയും പടച്ചോനെ പേടിച്ച് നന്നായി ജീവിക്കാനും നടക്കാനും നേരമായിട്ടില്ലേ എന്ന ഈ ഉപദേശം ഞാൻ കേട്ടപ്പോ ആ വടി ഞാൻ ഭൂമിയിൽ ആ വടി പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ ആ കളിയുടെ എല്ലാ കാര്യങ്ങളും മേഖലകളും ഒഴിവാക്കി വിജ്ഞാന മേഖലയിലേക്കും വിവാദത്തിലേക്കും പ്രവേശിച്ചു മുഴുകി. പിന്നെ ഞാൻ ആ രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ആ ഒരു ഉപദേശമാണ് അതിൻ്റെ കാരണം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ തൗബയുടെ കാരണവും ഈ ആയത്താണ്. ഞാൻ എൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് കാവൽ നിൽക്കുന്ന പണിയുണ്ടായിരുന്നു. പല സംഗതികൾക്കും ഞാനൊരു ശുറത്തിയായിട്ട് കാവൽ നിൽക്കാൻ പോകാറുണ്ട്. ആ കിട്ടുന്ന പണം കൊണ്ട് ആ കാലഘട്ടത്തിൽ ഷുർബുൽ ഖംറുമായി ഏർപ്പെട്ട് ജീവിക്കാറുണ്ട്. സഹോദരങ്ങളെ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ ഒരുപാട് മഹാന്മാരുണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല ഈ പറയുന്നത്. താബിഈങ്ങളുടെ കൂട്ടത്തിലും ഈ പേരിൽ ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരുടെ കൂട്ടത്തിലും താബിഈങ്ങളിലുമൊക്കെയുണ്ട്. താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയട്ടെ. മഹാനവറുകൾ പറയുന്നു, യുവത്വ കാലഘട്ടം അന്നങ്ങനെ കളിച്ചു ഉല്ലസിച്ച് ഷുർബുൽ ഖംറുമായി നടക്കുന്നു. അന്നത്തെ ലഹരി എങ്ങനെയാണ്? മദ്യപാനവും മറ്റുമൊക്കെയായി കിട്ടുന്ന പണം അതിന് ചെലവഴിക്കും. ഞാൻ ഒരു നല്ല വിലപിടിപ്പുള്ളൊരടിമയെ വാങ്ങി. ആ അടിമയെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പങ്കാളിയാക്കി ഞാൻ മാറ്റി. ആ അടിമയിൽ നിന്ന് എനിക്ക് നല്ലൊരു കുഞ്ഞ് ജനിച്ചു, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ എനിക്ക് വല്ലാതെ സ്നേഹവും ബഹുമാനവുമാണ്. ആ പെൺകുട്ടി അങ്ങനെ വളർന്നു വന്നു. എൻ്റെ ഖൽബിൽ ആ കുട്ടിയോട് വല്ലാത്ത പ്രിയമുണ്ട്. ആ കുട്ടിയോടുള്ള ഇണക്കം എന്നെ എപ്പോഴും ആ കുട്ടിയെ കാണാൻ, പെൺകുട്ടിയെ കാണാൻ വീട്ടിലേക്ക് വരാൻ നിർബന്ധിപ്പിച്ചു. പക്ഷേ ആ കുട്ടി ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ നല്ല ബോധവും ബുദ്ധിയുള്ള കുട്ടിയാണ്. ഞാൻ എങ്ങനെങ്കിലും കുടിക്കാനുള്ള പാത്രം എൻ്റെ അടുത്തേക്ക് ഞാൻ വലിച്ചു നീക്കിയാൽ ആ കുട്ടി ആ പാത്രത്തിലുള്ള മദ്യം മുഴുവനും തട്ടിത്തെറിപ്പിച്ചു കളയും. ഒരിക്കലും കുടിക്കാൻ എന്നെ സമ്മതിക്കുകയില്ല. ഒരു വയസ്സായപ്പോഴേക്ക് ഈ കുട്ടിക്ക് നല്ല പക്വതയാണ്. 2 വയസ്സ് പൂർണ്ണമായപ്പോൾ ആ കുട്ടി അങ്ങ് മരണപ്പെട്ടു. പെൺകുട്ടി മരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖം വർദ്ധിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെയായി. ആ കുട്ടിയെ കൊണ്ട് ഞാൻ നന്നായി തീരും എന്നൊരു പ്രതീക്ഷയിൽ ഈ കുട്ടി എന്നെ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോഴേക്ക് 2 വയസ്സ് തികഞ്ഞപ്പോൾ കുട്ടി മരിച്ചപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം വന്നു. വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലേക്ക് മദ്യപാനത്തിന് അഡിക്റ്റായി മാറി. ഒരു വിശുദ്ധ ശഅബാൻ മാസത്തിൻ്റെ പകുതിയിൽ ബറാഅത്ത് രാവിൽ ഞാൻ കുടിച്ച്, അന്നൊരു വെള്ളിയാഴ്ച രാവും കൂടിയാണ്, കുടിച്ച് മസ്തായി ഞാൻ വീട്ടിലേക്ക് വന്നു. ആ മസ്തിൽ ഞാൻ അങ്ങനെ കിടന്നു. ഇശാ നിസ്കാരം ഞാൻ നിർവഹിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിനുതകുന്ന രീതിയിലുള്ളൊരു കാഴ്ച ഞാൻ സ്വപ്നത്തിലായി കാണുന്നു. ഖബറാളികൾ മുഴുവനും ഖബറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലാവരും മഹ്ശറിലേക്ക് നടക്കുന്നു. മഹ്ശറിലേക്ക് പോകുന്നവരെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഞാനങ്ങനെ ആളുകൾ പോകുമ്പോൾ കൂട്ടത്തിൽ ഞാനും പോകുമ്പോൾ എൻ്റെ പിന്നിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ സർപ്പം, വിഷസർപ്പം, കണ്ടാൽ തന്നെ പേടി രൂപത്തിലാണ് അതിൻ്റെ കണ്ണുകളുള്ളത്. എന്നെ ലക്ഷ്യമാക്കി അതിൻ്റെ വായും പിളർത്തിയിട്ട് എൻ്റെ പിന്നാലെ ഓടി വരുന്നു. സുബ്ഹാനല്ലാഹ്,
ഞാനിത് കണ്ടതും വേഗത്തിൽ പേടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി. കുറേ അങ്ങ് ഓടിയപ്പോ വഴിയോരത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച സുഗന്ധം അടിച്ചു വീശുന്നൊരു വൃദ്ധനെ ഞാൻ കണ്ടു. നല്ല വയസ്സായിട്ടുണ്ട്. അയാൾക്ക് സലാം പറഞ്ഞു, സലാം മടക്കി. ഞാൻ പറഞ്ഞു, ഈ പാമ്പെന്നെ കടിക്കാൻ വേണ്ടി വരുന്നുണ്ട്, എന്നെ കാക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ. ആ വൃദ്ധൻ പറഞ്ഞു, അന ദഈഫ്, ഞാൻ ദുർബലനാണ് മോനെ. വഹദാ അഖ്വാ മിന്നീ, ഈ പാമ്പിന് എന്നെക്കാളും ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്, എനിക്കതിനെ നേരിടാനുള്ള കഴിവില്ല. നീ വേഗത്തിൽ ഓടിക്കോ, എന്തെങ്കിലും നിന്നെ രക്ഷപ്പെടുത്തുന്ന വിഷയം ഉണ്ടായേക്കാം. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയുന്നു, ഞാൻ വീണ്ടും സ്പീഡിൽ ഓടി, മുന്നോട്ട് ഞാൻ വീണ്ടും ഓടി. അപ്പോഴാണ് ഞാൻ വലിയൊരു കുന്ന് കാണുന്നു. ഞാൻ ആ കുന്നിൻ മുകളിലേക്ക് കയറിയപ്പോ സുബ്ഹാനല്ലാഹ്, ആ കുന്നിൻ്റെ ഒരു ഭാഗത്ത് വ്യത്യസ്ത രൂപത്തിൽ തീ കത്തുന്നത് ഞാൻ കണ്ടു. തീ കത്തുന്നു. തീ കത്തുന്നതിൻ്റെ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകളെയും ഞാൻ കാണുന്നുണ്ട്. തീയുടെ പരിസരത്തും തീയിൻ്റെ ഉള്ളിലും ആളുകളെ കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് വീണേക്കുമോ എന്ന് പേടിച്ചു പോയി. ഈ പാമ്പിനെ പേടിച്ച് ഞാനെങ്ങാനും തീയിലേക്ക് വീണുമോ? പിന്നെയും ഞാൻ പിറകോട്ട് നോക്കിയപ്പോൾ പാമ്പൻ്റെ പിന്നാലെ തന്നെയുണ്ട്. എനിക്ക് വല്ലാത്ത പേടി തോന്നി. എൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത് വലിയ അഗ്നിയാണ്, ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നതൊരു കുന്നിൻ്റെ മുകളിലാണ്. ഞാൻ അതിലേക്ക് വീഴുമോ എന്ന് പേടി തോന്നിയപ്പോൾ എൻ്റെ നേർക്ക് ഞാൻ ഒരൊച്ചപ്പാട്, ഒരു അട്ടഹാസം കേട്ടു. ലസ്ത മിൻ അഹ്ലിഹാ, നിങ്ങളാ തീയിൽ വീഴുന്ന കൂട്ടത്തിലല്ല. ചെറിയൊരു സമാധാനം എനിക്ക് കിട്ടി. ഞാൻ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോന്നു. സുബ്ഹാനല്ലാഹ്, വേറൊരു ഭാഗത്തുകൂടെ ഞാൻ ഓടി. അപ്പോഴും പാമ്പെന്നെ പിന്തുടരുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞാൻ നേരത്തെ കണ്ട ആ വൃദ്ധനെ പിന്നെയും കണ്ടു. ചോദിച്ചു, ശൈഖവർകളെ, നിങ്ങൾക്ക് പ്രായമായിട്ടുണ്ട്, എന്നാലും ഈ പാമ്പിൻ്റെ ഒന്ന് മടക്കി വിടുന്നതിൽ എന്നെ സഹായിച്ചുകൂടെ? വൃദ്ധൻ കരഞ്ഞിട്ട് പറഞ്ഞു, അന ദഈഫ്, ഞാൻ ദുർബലനാണ് മോനെ. ഈ ഭാഗത്തൊരു മല കാണുന്നില്ലേ, അങ്ങോട്ട് കയറിക്കോ. അവിടെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് സൂക്ഷിപ്പ് സ്വത്തുണ്ട്. നിങ്ങൾക്ക് വല്ല സൂക്ഷിപ്പ് സ്വത്തും ആ മലയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായം കിട്ടും. മല കണ്ടപ്പോൾ വലിയ ഉയരത്തിലുള്ള മലയാണ്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറി. മലയിലേക്ക് വീണ്ടും വീണ്ടും കയറി. ഉയരത്തിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, പാമ്പൻ്റെ പിന്നാലെ തന്നെയുണ്ട്. വിവിധ രൂപത്തിലുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട്. പലരും പല രൂപത്തിലാണ്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ നല്ല പ്രകാശിക്കുന്ന, ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ഒരുപാട് ചെറിയ കുട്ടികളെ ഞാൻ കണ്ടു. ആ കുട്ടികളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം. ആ കുട്ടികളോട് ഞാൻ അടുത്തു നിന്നു. അടുത്തു പോയി നോക്കുമ്പോൾ 2 വയസ്സ് പ്രായത്തിൽ മരണപ്പെട്ടു പോയ എൻ്റെ ചെറിയ മകളെ ഞാൻ കാണുന്നു. എന്നെ കണ്ട ഉടനെ തന്നെ കുട്ടി വിളിച്ചു, യാ അബതീ, എൻ്റെ ഉപ്പാ. ഉപ്പാ നിൻ്റെ മോള് വിളിച്ചപ്പോ എൻ്റെ കുട്ടിയെ കണ്ട സന്തോഷത്തിൽ ഞാൻ അങ്ങ് അടുത്തുകൂടി. എൻ്റെ കുട്ടിയുടെ നേരെ ഞാൻ എൻ്റെ കൈ നീട്ടിക്കൊടുത്തു. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് കുട്ടി അടുത്തേക്ക് വലിച്ചു. അടുത്തേക്ക് വലിച്ചിട്ട് കുട്ടിയുടെ ശരീരം എൻ്റെ ശരീരത്തോട് അത്രയും അടുത്തെത്തി. പിന്നെ അതാ കുട്ടിയുടെ തൊട്ടടുത്ത് എന്നെ ഇരുത്തി. കുട്ടി വന്നിട്ട് എൻ്റെ മടിയിലിരുന്നു. വലത്തെ കൈ കൊണ്ട് എൻ്റെ താടിക്ക് പിടിച്ചു. എൻ്റെ താടിക്ക് പിടിച്ചിട്ട് ഒരൊറ്റ ചോദ്യമാണ്, അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇത്രയും കാലം ജീവിച്ചിട്ട് സുഖിച്ച് മതിച്ച് കഴിഞ്ഞിട്ട് ബോധം ഇനിയും നിങ്ങൾക്ക് വന്നിട്ടില്ലേ? മൂമിനല്ലേ?
നന്നാകാൻ നേരമായിട്ടില്ലേ? ഖൽബൊക്കൊന്ന് ഭക്തിയുള്ളതാകണ്ടേ? എങ്ങോട്ടാണ് ഇനിയും മുന്നോട്ട് പോകുന്നത്? ജീവിതത്തെപ്പറ്റിയും ആഖിറത്തെപ്പറ്റിയും ആലോചിക്കാൻ നേരമായിട്ടില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ പിരിയണമല്ലോ. എന്താണ് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാൻ ഇനിയും നേരമാകാത്തത്? പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടൊരു നേരവും ജീവിതത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയതിന് നേരമുണ്ടാകുമോ? ആയത്ത് ഓതിത്തന്നപ്പോ ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മോളെ, 2 വയസ്സ് പ്രായത്തിലല്ലേ മോളെന്നിൽ നിന്ന് വേർപിരിഞ്ഞത്? നിങ്ങൾക്ക് ഖുർആനൊക്കെ അറിയുമോ? അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. വിശുദ്ധ ജീവിതം നയിച്ചിട്ട് കഴിഞ്ഞ കാലത്ത് പിരിഞ്ഞുപോയ മുത്തുമൂമിനീങ്ങളുണ്ട്. പഠനത്തിൻ്റെ സൗകര്യം കൊണ്ട് ചില്ലറ സൂറത്തുകളും ആയത്തുകളും മാത്രം പഠിച്ചവരാണ്. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഖബർ ഷരീഫിൽ വെച്ച് ഖുർആൻ പഠിപ്പിക്കും കേട്ടോ. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ കുറഞ്ഞ കാലത്താണ് അവർ ജീവിച്ചത്. നമ്മളും അങ്ങനെയാകുമെന്ന് കരുതരുത്. നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. പ്രായമുള്ളവർക്കും ഈ സ്ഥാപനത്തിൽ പഠിക്കാം, പ്രായം കുറഞ്ഞവർക്കും പഠിക്കാം. ഉമ്മമാർക്ക് ഖുർആനിൻ്റെ തജ്വീദനുസരിച്ച് ക്ലാസ് കൊടുക്കുന്ന ഉമ്മമാര് വരെയുണ്ട്. പക്ഷേ ഉപയോഗപ്പെടുത്താത്തത് നമ്മുടെ വിമുഖത കൊണ്ടാണ്, നമ്മുടെ താല്പര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. 65-കാരനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, ഇത്രയും വയസ്സായിട്ട് ഒരു വട്ടം പോലും ഖുർആൻ ഒന്ന് നേർക്കോതി ഖത്മു തീർക്കാനുള്ള കഴിവ് നേടാത്ത ഞാൻ ഈ ദുനിയാവിൽ എന്തിന് ജനിച്ചു? എന്തിന് ജീവിച്ചു? എനിക്ക് അല്ലാഹു ജീവിതത്തിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും തന്നു, എല്ലാ സംവിധാനങ്ങളും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തന്നു. അല്ലാഹു തആല പഠിക്കാനുള്ള മാധ്യമങ്ങൾ തന്നു. പക്ഷേ ഇത്രയും കാലമായിട്ട് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ കലാം ഒന്ന് തെറ്റുകൂടാതെ നോക്കി ഓതാനുള്ളൊരു കഴിവ് പോലും ഞാൻ ആർജിച്ചില്ലല്ലോ. എന്തൊരു ഹതഭാഗ്യനാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പലരുടെയും പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ജീവിതത്തിൽ നമുക്ക് വേണ്ടി ആഖിറത്തിലേക്ക് ഒരു കൂട്ടി വെക്കാനുള്ള ഒന്നല്ലേ ഖുർആനിൻ്റെ ഖിറാഅത്ത്. അതിന് ഓത്ത് പഠിക്കാൻ ഇനിയും ഉമ്മമാരിൽ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ, പുരുഷന്മാരിൽ സഹോദരങ്ങളിൽ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ, എല്ലാ അലസതയും മറ്റുമൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിതത്തിൻ്റെ ജോലിക്ക് വേണ്ടി സാക്ഷരത നേടിയിട്ട് സർട്ടിഫിക്കറ്റ് നേടുന്നവരല്ലേ നിങ്ങൾ? അപ്പോഴും ഖുർആനിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടയോ? നിങ്ങൾക്കൊരു പെൻഷൻ കിട്ടും, നിങ്ങൾ സാക്ഷരതയിൽ ഇത്ര എഴുതിയാലെന്ന് കാണുമ്പോഴേക്ക് അത് എഴുതുന്നില്ലേ? നാളെ അള്ളാഹുവിൻ്റെ കോർട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു ഖബറില്ലേ? ആ ഖബറിൽ നേരം പോക്കിനെത്തുന്ന ഖുർആൻ വേണ്ടേ? അവനവനോതുന്ന ഖുർആന് അവിടെ നേരം പോക്കിനെത്തുമല്ലോ. അങ്ങനെ ഖബറിൽ വെച്ച് ഖുർആൻ ഓതിയിട്ടില്ലേ? മഹാന്മാരും മഹതിമാരും ഓതിയിട്ടില്ലേ? സന്തോഷം കൊണ്ടിട്ടില്ലേ? നമുക്കും അങ്ങനെ ഒരു അവസ്ഥ വേണ്ടയോ സഹോദരിമാരെ, സഹോദരങ്ങളെ? അതുകൊണ്ട് ആ വഴിയിലേക്ക് ഇനിയും തുനിയാത്തവർ തുനിഞ്ഞിറങ്ങണം, സമയം കാണണം, ശിഷ്ടകാല ജീവിതം അതിനു വേണ്ടി ചെലവഴിക്കണം. നമ്മളെ കാന്തപുരത്തുണ്ടായിരുന്ന ഒരു വീരാമൂല്യര് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദിൻ്റെ അടുത്ത് വന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോൾ തെങ്ങ് കയറുന്ന മനുഷ്യനായിരുന്നു, മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നല്ല മനുഷ്യനാണ്. ഞങ്ങളൊക്കെ എത്രയോ ആ മനുഷ്യനിൽ നിന്ന് കിതാബിൻ്റെ സംശയങ്ങൾ ചോദിച്ച് തീർത്തിട്ടുണ്ട്. ഉസ്താദിൻ്റെ അടുത്ത് ഇരുന്ന് കേട്ടങ്ങ് പഠിച്ചതാണ്. കണ്ണിൻ്റെ കാഴ്ച പോയ ശേഷം സൂറത്തുൽ ബഖറ മുഴുവനും കാണാതെ പഠിക്കാനുള്ള തൗഫീഖ് ആ മനുഷ്യന് അല്ലാഹു നൽകി. എപ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും വിഷമങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ പറയും, മുത്തല്ലിമീങ്ങൾ പറയും, അങ്ങനെയൊക്കെ ആണെങ്കിലും ബീരാമൂലരെ ഞങ്ങളൊക്കെ എത്ര ആയിട്ടും സൂറത്തുൽ ബഖറ പോലും കാണാതെ പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഈ കണ്ണിൻ്റെ കാഴ്ച പോയതിന് ശേഷം ഒരു സൂറത്തുൽ ബഖറ കാണാതെ ഓതി പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? അത് ചെറിയൊരു ഭാഗ്യ.
കണ്ണിൻ്റെ കാഴ്ച ഉണ്ടായിട്ടും പഠിക്കാത്ത നമ്മൾ അവരിലേക്ക് നോക്കുമ്പോൾ എത്രയോ ഹതഭാഗ്യരല്ലേ സഹോദരങ്ങളെ, എത്രയോ വൈകല്യങ്ങളുള്ളവരല്ലേ. മസ്അലയും കിതാബുകളൊക്കെ ഓതിക്കേട്ട് പഠിച്ചത് കണ്ണിൻ്റെ കാഴ്ച പോയ ശേഷം ആ ജീവിച്ച കൊല്ലങ്ങൾ മുഴുവനും ലാഭമാണ്. പള്ളിയിലേക്ക് വന്ന് ഇരുന്ന് പള്ളിൻ്റെ പൈൻ്റടി മാറ്റുന്നതിൻ്റെ മുമ്പ് ഇരുന്നൊരടയാളം ഉണ്ടായിരുന്നു അവിടെ. നക്തുബുമാ ഖദ്ദമു ആസാറഹും എന്ന് ഖുർആൻ പറഞ്ഞ അസർ അടയാളം. അവരടയാളങ്ങളൊക്കെ നമ്മൾ എഴുതി രേഖപ്പെടുത്തുന്ന അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇൽമ് കേൾക്കാൻ വേണ്ടി ഇരുന്നേടത്തൊരടയാളം. ഉസ്താദിന് അത്ര ഇഷ്ടമായിരുന്നു വീരാമൂല്യരോട്. മരണപ്പെട്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ വന്നിട്ടേ ജനാസ എടുക്കാവോന്ന്. ചെറിയ പി ഉസ്താദ് അത്രയും താല്പര്യപ്പെട്ട് വന്ന് ജനാസയുടെ കൂടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്ന് ജനാസ നിസ്കരിച്ച് ഖബറടക്കി അവിടെ ദുആ ചെയ്ത് തിരിച്ചു പോന്നപ്പോഴാണ് ഈ ഖബറടക്കപ്പെട്ട മനുഷ്യൻ്റെ മഹത്വം ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇത്രയും നേരം ആ ജനാസയുടെ കൂടെ വീട്ടിൽ നിന്ന് പള്ളി വരെയും പള്ളിയിൽ നിന്ന് പള്ളിക്കാട് വരെയും ആളുകളൊക്കെ പോകുന്നത് വരെയും വിട്ടുപിരിയാതെ ഒരു ആലിമിൻ്റെ, ഒരു വലിയ ആലിമിൻ്റെ സാമീപ്യം, അതാ ഇൽമിനോടുള്ള ഇത്രയും കാലം പഠിച്ചതിനോടുള്ള ബഹുമാനവും സ്നേഹവുമാണ്. അല്ലാഹു തആല അവരിരുവർക്കും ദറജയേറ്റി കൊടുക്കട്ടെ. ഖുർആൻ ഷരീഫ് അതിനോട് നമ്മൾ ഇപ്പോഴും കാണിക്കുന്ന വിമുഖത മാറ്റണം. നമ്മുടെ സമൂഹത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു അപജയം അതാണ്. ഇപ്പം അടുത്ത് ഞാൻ ഒരാളെ കണ്ടു. അയാളോട് ചോദിച്ചു നോക്കുമ്പോൾ അയാൾക്കില്ലാത്ത ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. കേരളത്തിൽ എന്തെല്ലാം ഡിഗ്രികളും ഡിഗ്രീൻ്റെ ഡിഗ്രി ഉണ്ടോ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് അവസാനമായി ചോദിച്ചു, അല്ലാഹു തആലാന്റെ കലാമായ ഖുർആൻ അത് നിങ്ങൾ ശരിക്കും ഓതിപ്പടിച്ചിട്ടുണ്ട്, ഇത്രയും ബുദ്ധിയുള്ള നിങ്ങൾക്ക് അത് ഓതിപ്പടിക്കാൻ ഒരു പരവില്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഫാത്തിഹ ഒക്കെ നന്നായിട്ട് ഓതാൻ അറിയുന്നു. മതിയോ സഹോദരങ്ങളെ? അത്രയും സർട്ടിഫിക്കറ്റ് കഫംപുടയിൽ വെച്ച് കൊണ്ടുപോയാൽ മതിയാകുമോ? ജീവിതത്തിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി എന്തെല്ലാം നേടാനോ നേടും. 70 വയസ്സുള്ള ഒരു ഉമ്മാമയോട് നിങ്ങൾ ഇക്കൊല്ലം സാക്ഷരത ചെയ്താൽ അടുത്ത കൊല്ലം കിട്ടുന്ന പെൻഷൻ 2000 കൂടുമെന്ന് പറഞ്ഞാൽ എഴുതാത്തവരാരുണ്ടാകുമോ നാട്ടിൽ? വീൽ ചെയറിൽ വന്ന് ഇരുന്നവർ എത്ര ഉണ്ടാവും? മോശാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരോട് നിങ്ങൾ എന്നേക്കും കിടക്കുന്ന ഖബറിൽ വെളിച്ചത്തിനും സുഖത്തിനും ടൈം പാസിനും ഒരു സൂറത്തെങ്കിലും ഒന്ന് പഠിക്കൂ എന്ന് പറയുമ്പോൾ ആ താല്പര്യം വരുന്നില്ലല്ലോ, ആ ഒരു മനസ്സ് കാണുന്നില്ലല്ലോ. ഉമ്മമാരെ, നിങ്ങൾക്ക് ഖുർആൻ നിങ്ങളിൽപ്പെട്ട ഒരു സഹോദരി തന്നെ പഠിപ്പിച്ചിരുന്ന സംവിധാനമുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ഉള്ളയിടത്ത് പോയിട്ട് അതിനൊന്നും മടി കാണിക്കരുത്. ഖുർആനാണ് ആ പഠിക്കുന്നത്, അതിന് പ്രായം കണക്കില്ല, പരിധി കണക്കില്ല, എപ്പോഴും പഠിക്കാം. ഒരൊറ്റ സൂറത്ത് പഠിക്കുമ്പോഴേക്ക് സ്വഹാബത്തിൻ്റെ മനസ്സിലൊക്കെ ഉള്ള സന്തോഷം എത്ര വലുതാണ്. ഒരൊറ്റ സൂറത്ത് ഹിഫ്ളാക്കുമ്പോഴേക്ക് ഓതാൻ കിട്ടുമ്പോഴേക്ക് അവരെ താല്പര്യം എത്രയാണ്. അതുകൊണ്ട് നന്നായി ഖുർആൻ ഓതണം. മാലിക് ഇബ്നു ദീനാർ തങ്ങളെ 2 വയസ്സുള്ള പെൺകുട്ടി അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ആയത്ത് ഉപ്പാന്റെ താടിക്ക് പിടിച്ച് ഓതിക്കൊടുക്കുമ്പോ ഉപ്പാന്റെ ചോദ്യം, മോളെ നിങ്ങൾക്കൊക്കെ ഖുർആൻ ഓതാൻ അറിയോ? യാ അബതി നഹ്നു അഅറഫു ബിഹി മിൻകും, നിങ്ങളെക്കാളും ഖുർആൻ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പൊ ആ കുട്ടിനോട് വാപ്പ ചോദിക്കാണ്, മോളെ ഞാൻ നേരത്തെ കണ്ട ആ പാമ്പ് എന്താണ്? എൻ്റെ പിന്നാലെ പിടികൂടാതെ എന്നെ കടിക്കാൻ വേണ്ടി വന്നൊരു പാമ്പുണ്ടല്ലോ. മകള് പറയുന്നു, ദാലിക അമലുക സൂ, അത് നിങ്ങളുടെ ദുശ്ചെയ്തിയാണ്. ഖവ്വൈതഹു ഫഅറാദ അൻ യുഗ്രിഖക ഫീ നാരി ജഹന്നം, നിങ്ങൾ ശക്തിപ്പെടുത്തിയെടുത്ത ദുർമാർഗം, നിങ്ങളെ ജീവിതത്തിലെ ദുശ്ചെയ്തി, നിങ്ങളെ തിന്മ, അതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കൽപ്പിച്ചത്. നന്മകളുടെ മാതകളോട് നിങ്ങൾക്ക് വെറുപ്പാണ്. മദ്യവും മയക്കുമരുന്നുമല്ലേ പലർക്കും ഇഷ്ടം, സിനിമയും അനാവശ്യങ്ങളും സെക്സുകളുമല്ലേ വേറെ പലർക്കും ഇഷ്ടം. നല്ലോണം കരുതിക്കോളണം. ഒരു ചുരുങ്ങിയ കാര്യത്തിന് നിസ്കാരം കൊണ്ട് മാത്രം
ഇത് മിനുക്കിയെടുക്കാൻ കഴിയൂല. ഉപ്പാ, നിങ്ങൾ ശക്തിപ്പെടുത്തിയ തിന്മയാണ് ആ പാമ്പ്. അതാണ് നിങ്ങളെ പിന്നാലെ കൂടിയിട്ട് നിങ്ങളെ കടിച്ച് പിടിച്ച് വലിച്ച് നരകത്തിലേക്ക് തള്ളിയിടാൻ നോക്കിയതാണ്. എന്നാ മോളെ, ഞാൻ ആ വഴിയോരത്തൊരു വൃദ്ധനെ കണ്ടല്ലോ, കാണാൻ നല്ല ചന്തമുണ്ട്, നല്ല സുഗന്ധം മണക്കുന്നുണ്ട്. അതാരാണ്? നിങ്ങളുടെ സുഹൃതമാണത്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയൊരു ആരോഗ്യം അതിനില്ല. ക്ഷീണമാണ് എന്നല്ലേ പറഞ്ഞത്. നിങ്ങളെ ദുശ്ചെയ്തിയാണ് ബലപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ട് ആ പാമ്പിന് ശക്തി കൂടിയത്. നിങ്ങളെ നന്മ കണ്ടല്ലോ, ഒരു വയസ്സായ ഒന്നിനും കൊള്ളാത്ത, സഹായിക്കാൻ പറ്റാത്ത ദുർബലനായ വയസ്സൻ. അതുപോലെയാണ് ഇന്ന് നമ്മളിൽ പലരുടെയും നന്മകൾ. പേരിനൊരു നിസ്കാരം അത് മാത്രമുണ്ട്, പക്ഷേ അതൊരു പുകമറ മാത്രമാണ്. ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മയക്കുമരുന്നും അനാവശ്യങ്ങളും അതുപോലെ തന്നെ അതിരുവിട്ട രീതിയിലുള്ള ദുശ്ചെയ്തികൾ ധാരാളം കൂടെ പിറപ്പുണ്ട്. ഈ ഒരു നിസ്കാരത്തിന് മറ്റുള്ളതിനെ കവച്ചു വെക്കാനുള്ള കഴിവോ ഇല്ല. കാരണം നമ്മുടെ നിസ്കാരമല്ലേ, അതിൻ്റെ ഹാല് നമുക്കറിയില്ലേ. അതിനേക്കാളും നമ്മുടെ മനസ്സിനും മറ്റും സ്വാധീനിച്ച് ബലപ്പെടുത്തിയിട്ട് നേരം കളയുന്നതും സന്തോഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമവും, കണ്ടിട്ടില്ലെങ്കിൽ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഭ്രാന്തൊക്കെ തോന്നുന്നു, മറ്റു പലതിനുമാണ്. അപ്പം അതിനല്ലേ ശക്തി കൂടുതൽ. നിങ്ങളെ ദുഷ്കർമ്മത്തിന് ശക്തി കൂടുതലും നിങ്ങളെ നന്മക്ക് ശക്തി കുറവുമാണ്. ചോദിച്ചു, മോളെ, ഈ പർവ്വതത്തിൽ നിങ്ങളെന്ത് ചെയ്യുകയാണ്? കുട്ടി പറഞ്ഞു, ഉപ്പാ, നഹ്നു അത്ഫാലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ നിന്ന് മരിച്ചുപോയ കുട്ടികളില്ലേ, അവരാണ് ഈ കാണുന്ന കുട്ടികളൊക്കെ. ഉമ്മമാരെ, ഉപ്പമാരെ, ചെറിയ കുട്ടികൾ മരിച്ചുപോയിട്ടില്ലേ, ആ കുട്ടികളാണ് ഈ പറയുന്നത്. ഖിയാമത്ത് നാൾ വരെ ഈ പർവ്വതത്തിൽ അല്ലാഹു ഞങ്ങളെ താമസിപ്പിച്ചിരിക്കുകയാണ്. നന്തളിറുക്കും തുഖദ്ദിമൂന അലൈനാ ഫനശ്ഫഉ ലക്കും, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരുന്നതും കാത്ത് ഞങ്ങൾ കഴിയുകയാണ്. എപ്പോൾ നിങ്ങൾ വരും, എപ്പോഴൊക്കെയാണ് നിങ്ങൾ വരുന്നത്, അത് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണോ. ഞാൻ പെട്ടെന്ന് പേടിച്ചുണർന്നു. നേരം വെളുത്തപ്പോ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയാണ്, കുട്ടി ഓതിത്തന്ന ഒറ്റ ആയത്ത് എൻ്റെ മനസ്സങ്ങ് പിടിച്ചു കുലുക്കി. അലം യഇനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മനസ്സ് നന്നാക്കാൻ വേണ്ടി, ചിന്ത നന്നാക്കാൻ വേണ്ടി, എൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ വേണ്ടി എൻ്റെ പൊന്നുമോൾ ഓതിത്തന്ന ആയത്ത് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും മാറ്റിയിട്ട് ഞാൻ പൂർണ്ണമായും നന്നായിപ്പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിന് നല്ല ഹയാത്ത് കൊടുക്കണം, ഖൽബിന് നല്ല സജീവത കൊടുക്കണം. ഖൽബിൻ്റെ ഉണർവിന് പറ്റിയ മാർഗങ്ങൾ അത് സുഹൃതങ്ങളാണ്. ഖുർആൻ അതിൽ മുഖ്യമാണ്. ഖൽബിൻ്റെ കീടങ്ങൾ നീക്കുന്നത് പരിശുദ്ധ ഖുർആനും ദിക്റുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. ഖൽബിൻ്റെ രോഗങ്ങളല്ലേ കൂടുതലും പിടിപെടുന്നത്. എന്തെല്ലാം രോഗങ്ങളാ മനസ്സിന് പിടിപെടുന്നത്. ആ രോഗങ്ങൾ തേച്ചു മാച്ചു നന്നാക്കാൻ ബോഡിയുടെ രോഗങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത മരുന്നുകൾ സ്വീകരിക്കാറില്ലേ. ഇംഗ്ലീഷ് മരുന്ന് മാത്രമല്ലല്ലോ, ലോകത്ത് കിട്ടാവുന്ന മരുന്നൊക്കെ സ്വീകരിക്കാറില്ലേ. എന്നാ ഖൽബിൻ്റെ രോഗത്തിന് മരുന്നിനിയും സ്വീകരിച്ചിട്ടില്ലേ. ഇപ്പോഴും ഖൽബ് രോഗിയാണോ? നല്ല മരുന്ന് സ്വീകരിക്കണം. ഖുർആൻ അതിൽ മുഖ്യമാണ്, ദിക്ർ അതിൽ പ്രധാനമാണ്. ആ ഖൽബിന് വിശപ്പും ദാഹവും ഉണ്ടാകും. ഖൽബിൻ്റെ ഭക്ഷണവും പാനീയവും അൽ മഅരിഫത്തു വൽ മഹബ്ബ. ഖൽബിൻ്റെ ഭക്ഷണം ആത്മജ്ഞാനമാണ്, അറിവ് സ്വീകരിക്കലാണ്. ഖൽബിൻ്റെ പാനീയമോ നല്ലതിനോടുള്ള സ്നേഹമാണ്, നന്മയോടുള്ള ആഭിമുഖ്യമാണ്. ആ ഭക്ഷണവും പാനീയവും കൊടുത്തിട്ട് ഖൽബിനെ നന്നാക്കണം. വത്തവക്കുലു വൽ ഇനാബത്തു വൽ ഖിദ്മ, ദീനിൻ്റെ ഖിദ്മത്തും അല്ലാഹുവിലേക്കുള്ള മടക്കവും അർപ്പണബോധവും ഒക്കെ ഖൽബിൻ്റെ ഭക്ഷണമാണ്. അതേ, ഇളാഅത്തുൽ ഖൽബി മിൻ ഈസാരി ദുനിയ അലൽ ആഖിറ. ഖൽബിൻ്റെ ദുരുപയോഗം ദുനിയാവിന് ആഖിറത്തിനേക്കാളും പ്രാമുഖ്യം നൽകുന്നതാണ്. ആഖിറത്തിനേക്കാളും ദുനിയാവിന് പ്രാമുഖ്യം നൽകിയാൽ
ഖൽബ് ദുരുപയോഗപ്പെട്ടു പോകും. ഖൽബിനെ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ഖൽബിനെ നന്നാക്കേണ്ടതുണ്ട്. ആ ഖൽബ് മോശമാകുന്നൊരവസ്ഥയിലേക്കും കൊണ്ടുപോകാതെ നല്ല അവസ്ഥയിലായി കാത്തു സൂക്ഷിക്കണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, മനുഷ്യന്മാരുടെ പരാജയം, മനുഷ്യന്മാരുടെ അശ്രദ്ധയുടെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞപ്പോ മിൻ അലാമാത്തി ഇത്തിബാഇൽ ഹവാ, തോന്നിയതിനോട് മനുഷ്യൻ പിൻപറ്റുന്നു എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൽ മുസാറഅത്തു ഇലാ നവാഫിലിൽ ഖൈറാത്ത്. നന്മകളിൽ നിന്ന് ഒരുപാട് സുന്നത്തായ നന്മകളിലേക്ക് അവൻ സജീവമാകും. വത്തകാസുലു അനിൽ ഖിയാമി ബിൽ വാജിബാത്ത്, നിർബന്ധങ്ങൾ നിർവഹിക്കുന്നതിന് അവന് അലസത വരും. ചിലരെങ്ങനെയാണ്, സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്യും, നിർബന്ധമായ കാര്യങ്ങൾ കുറേ അവിടെ ബാക്കിയുണ്ടാവും, പലതും ബാക്കിയുണ്ടാകും. ആ ബാക്കിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പിന്നെയും 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 പറഞ്ഞങ്ങനെ പിന്തിക്കും. പക്ഷേ സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോ വല്ലാത്ത സജീവതയിലായിരിക്കും, മുൻപന്തിയിലായിരിക്കും, മുന്നോട്ടായിരിക്കും. അങ്ങനെ എണ്ണി 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 പറഞ്ഞത് കാണാം മഹാന്മാർ. സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആള് സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റിയ ദിവസങ്ങളിലൊക്കെ ഫർള് നോമ്പുകൾ നോറ്റ് പരമാവധി അത് ഖളാ വീട്ടുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ സുന്നത്ത് നോമ്പുകളൊക്കെ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ എപ്പോഴും സജീവത കാണിക്കുന്ന ആൾ ഫർള് നിസ്കാരങ്ങളൊക്കെ ആ സുന്നത്തുകളുടെ സ്ഥാനത്ത് ഫർള് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് അതിൻ്റെ ബാധ്യതകൾ തീർക്കുക. സുന്നത്തായ സിയാറത്ത്, ഉംറ, മറ്റു പലതിലേക്കും പോകുന്നവർ സാമ്പത്തികമായിട്ട് വേറെ കുറെ നിർബന്ധ ബാധ്യതകളില്ലേ, അതൊക്കെ തീർക്കാൻ ശ്രമിക്കുക. അതാ വേണ്ടത്. സുന്നത്തായ ഉംറ, സുന്നത്തായ സിയാറത്തിനൊക്കെ പോകാൻ അതിലൊക്കെ സജീവാണ്. നാട്ടിലൊറ്റ മക്ബറയിലേക്ക് കഴിഞ്ഞ് കോയമ്പത്തൂർ ആൽമാണ്ടിൽ, അങ്ങോട്ട് ആൽമാണ്ടിൽ, ഇങ്ങോട്ട് ആൽമാണ്ടിൽ, ഏർവാടിൽ, മുത്തുപ്പേട്ട, നാഗൂർ, എന്തോ ആൽമാണ്ടില്ല, അവിടേക്കൊക്കെ പോകുന്ന ആ ചെലവ് ഇവിടെ കൊടുക്കാനുള്ള കുറെ കടമുണ്ട്, കുറെ വാക്കുണ്ട്, കുറെ വാഗ്ദാനമുണ്ട്, കുറെ നേർച്ചുണ്ട്, കുറെ സംഗതികളുണ്ട്, അതിലേക്ക് കൊടുക്കുക. ഒക്കെ കൊടുത്ത് തീർത്തിട്ട് ഇനി ആർക്കും കൊടുക്കാല്ല, എന്നാ പിന്നെ പോവുക. അങ്ങനെ വേണ്ടത്. നിർബന്ധങ്ങളിലേക്ക്, നിർബന്ധ ബാധ്യതകൾ പരിഗണിക്കാതെ സുന്നത്തുകളിലേക്ക് താല്പര്യം കൂട്ടുക എന്നുള്ളത് മനുഷ്യൻ അവൻ്റെ ഹവയോട് പിൻപറ്റുന്നതിൻ്റെ അടയാളമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത് കാണാം. അതിനെ വിശദമാക്കി മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഹലാക്കുന്നാസി ഫീ ഹിർഫത്തൈൻ, രണ്ട് തൊഴിലിലാണ് ജനങ്ങൾക്ക് മൊത്തം നാശം വരുന്നത്. ഇസ്തിഗാലും ബിനാഫില വതളീഉ ഫരീള, സുന്നത്തുകളെ കൊണ്ട് ഏർപ്പെടുക, നിർബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുക. അങ്ങനെ ഉണ്ടാകരുത്. നിർബന്ധങ്ങളൊക്കെ തീർക്കണം. അതാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത്. മുഖ്യമായും പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? പുറത്തുള്ള ആളുകളെ എല്ലാവരെയും, പുറത്തുള്ള ആളുകൾക്ക് സഹായിക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്കത് ഒത്താശ കൊടുക്കാനും മറ്റൊക്കെ ഇയാൾ റെഡിയാണ്, ഉഷാറാണ്. സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും സ്വന്തം ഭാര്യനെയും സ്വന്തം പെങ്ങന്മാരെയും ജ്യേഷ്ഠാഞ്ചന്മാരെയും നോക്കുന്നതിനോ സഹായിക്കുന്നതിനോ ഒരു താല്പര്യവുമില്ല. അവർക്ക് കൊടുക്കുന്നതിനോ ഒരു നോട്ടവുമില്ല. ഒന്നും തന്നെ കൊടുക്കൂല. അതിന് അയാളെ വക ഒരു വർത്തമാനം കൂടിയുണ്ട്. നമ്മൾ എന്തോ കൊടുത്താലും നന്ദി ഉണ്ടാകൂല. പുറത്തുകാർക്ക് എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്ദിയോ ദ്വാക്കെ ഉണ്ടാകും. അപ്പം ഇയാൾ കൊടുക്കുന്നതിന് നന്ദി വാക്ക് കിട്ടാനും ദ്വാ കിട്ടാനൊക്കെ ഉദ്ദേശിച്ചാണ്. ആഖിറം പ്രതീക്ഷിച്ചിട്ടോ ബാധ്യത നിർവഹിക്കണമെന്നോ ഉദ്ദേശിച്ചിട്ടല്ല. സ്വന്തം ബാപ്പയും ഉമ്മയും സൂക്കേടിലായി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആള് മറ്റുള്ള ആളുകളുടെ അസുഖം മാറ്റാനും അവർക്ക് പിരിവ് കൊടുക്കാനൊക്കെ സജീവമാകുന്നത് അയാൾ സുന്നത്തിലേക്ക് മുൻതൂക്കമാണ്. നിർബന്ധത്തിൽ വല്ലാതെ പറകിലാണ്. നിർബന്ധത്തെ ദുരുപയോഗപ്പെടുത്തരുത്. അതിനെ നന്നായി ശ്രദ്ധിക്കണം. അമലുകൾ ചെയ്യുന്ന സമയത്ത് അവയവങ്ങളെ കൊണ്ട് മാത്രം അമല് ചെയ്താൽ പോരാ, ഖൽബ് ആ അമലിനോട് യോജിച്ചു വരണം. രണ്ടാമത്തെ നഷ്ടം അതാണ്. അമലും ബിൽ ജവാരിഹി ബിലാ മുവാതഅത്തിൽ ഖൽബി അലൈഹി, മനസ്സ് യോജിക്കാതെ അവയവങ്ങളുടെ പ്രവർത്തനം. മനസ്സിലാണ്ടോ? മനസ്സിന് ആ പ്രവർത്തനത്തിനോട് മനസ്സിന് യോജിപ്പില്ല. മനസ്സെവിടെയാണ്? മനസ്സ് മൂപ്പര്
മൂപ്പരെ മെസ്സേജിലും മൂപ്പരതിലുമാണ്. മൂപ്പര നാവ് എവിടെയാണ്? മൂപ്പര നാവ് ഹദ്ദാദിലാണ്. മൂപ്പര നാവ് ഹദ്ദാദിലാണ്, ഖുർആാനോത്തിലാണ്, പലതിലുമാണ്. മൂപ്പര കൽബ് എവിടെയുള്ളത്? കൽബ് വേറെ സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഖുർആൻ ഓതുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോഴൊക്കെ വേറെ പണിയിലേക്കൊന്നും ശുഗലാതെ ചൊല്ലണമെന്ന് മഹാന്മാർ അദബ് പഠിപ്പിച്ചത്. കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒരു പണിയും ഒരു കളിയും ഉണ്ടാകരുത് ഖുർആൻ ഓതുമ്പോൾ എന്നുള്ള അദബാണ്. അയാൾ ഖുർആൻ എങ്ങനെ ഓതുന്നു, ഖുർആൻ എങ്ങനെ ഓതുകയാണ്. കുറച്ച് കാണാതെ അറിയാം, അപ്പോൾ കാണാതെ കണ്ടിട്ട് കൂടി ഓതുകയാണ്. മൂപ്പര കയ്യിലാണെങ്കിലും വല്ലാതെ തിരക്കുള്ള ആളാണ്. ഇവർക്ക് ദുന്യാവിൽ ഒരു മിനിറ്റ് ഒഴിവില്ല. അപ്പോൾ കയ്യിലിങ്ങനെ നമ്പർ തെക്കിയത് മെസ്സേജ് ഇങ്ങനെ ഏകദേശം ആലിമ്രാൻ്റെ ഒരു പേജ് ഓതിക്കഴിഞ്ഞു, ഞാൻ അടുത്ത പേജ് ഓതാണ്, അപ്പോൾ അടുത്ത മെസ്സേജ് ഇങ്ങനെ. അപ്പം അവയവങ്ങൾ മുഴുവനും ഇവിടെ വേറൊരു പ്രവർത്തനം. കൽബ് വേറൊന്നിലേക്ക്. കൽബ് ആ പ്രവർത്തനത്തിനോട് ടച്ച് വേണം. അതുകൊണ്ടാണ് ദിക്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ ലിസാനും കൽബും രണ്ടും യോജിച്ച ദിക്റാണ്. കൽബ് മാത്രം അറിഞ്ഞിട്ടുള്ളൊരു ദിക്റുണ്ട്, നഫ്സിയായ ദിക്ർ, ഖൽബിയായ ദിക്ർ. അതല്ല അഫ്ളല്. ലിസാന് മാത്രം, നാവ് മാത്രം അറിഞ്ഞുള്ള ദിക്റുണ്ട്, അതുമല്ല അഫ്ളല്. ഖൽബും ലിസാനും രണ്ടും ടച്ച് ചെയ്തിട്ടുള്ള ദിക്ർ, അതാണ് അഫ്ളൽ. അതിനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു നന്നാക്കി തരട്ടെ. ഇജാബത്തുള്ള സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.